ന ന ന കൃതണരകാം കൃതണരകാം കൃതണര കൃതണരകാം കൃതണരകാം കൃതണര കൃതണരകാം 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 ന ന ന. നമസ്കാരം. വായ്ത്താരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കരിയന്നൂർ നാരായണൻ നമ്പൂതിരി എന്ന തിമിലവാദകനെക്കുറിച്ച്, കരിയന്നൂർ നാരായണൻ നമ്പൂതിരി എന്ന ചെണ്ട കലാകാരനെക്കുറിച്ച് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാനും അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ അറിയാനും ശ്രമിക്കുന്നത്. കരിയന്നൂർ നാരായണൻ നമ്പൂതിരി എന്ന വാദ്യകലാകാരൻ ഞങ്ങളൊരുമിച്ച് കലാമണ്ഡലത്തിൽ പഠിച്ചിട്ടുള്ളതാണ്, ചെണ്ട പഠിച്ചിട്ടുള്ളതാണ്. ചെണ്ട പഠനം ഇടക്കാലത്ത് അദ്ദേഹത്തിന് നിർത്തേണ്ടി വന്നു. അതിനുശേഷമാണ് തുടർന്ന് തിമില അഭ്യസിക്കുകയും തിമിലയിലെ ഒരു പഞ്ചവാദ്യകലയിൽ പ്രമാണിയായി ഇപ്പോൾ അരങ്ങിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന കരിയന്നൂർ നാരായണൻ നമ്പൂതിരി. ധാരാളം പ്രത്യേകതകൾ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം പറഞ്ഞറിയിക്കുന്നത് തന്നെയാണ് നല്ലത്. എന്നാലും ഒരു ചെറിയ പരിചയപ്പെടുത്തൽ എന്ന നിലയ്ക്ക് ഞാൻ ചിലത് പറയുന്നു എന്ന് മാത്രം. അദ്ദേഹം ഒരു പ്രശസ്തമായ തന്ത്രി കുടുംബത്തിൽ ജനിച്ച ആളാണ്, വ്യക്തിയാണ്. കരിയന്നൂർ നാരായണൻ നമ്പൂതിരി എന്ന ഇദ്ദേഹം കൊപ്പത്ത് പ്ലാശ്ശേരി ഉള്ള ഇല്ലത്താണ് ജനിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അനുജൻ കരിയന്നൂർ ദിവാരൻ നമ്പൂതിരി പ്രശസ്ത തന്ത്രി. അദ്ദേഹം വിദേശത്താണ് അദ്ദേഹത്തിൻ്റെ ക്ഷേത്ര ചടങ്ങുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാലും ഇദ്ദേഹം ചെണ്ട പഠിക്കുകയും തുടർന്ന് തിമില അഭ്യസിക്കുകയും അതിൽ പ്രമാണിയാവുകയും ചെയ്തു. കലാമണ്ഡലത്തിൽ നിരവധി കാലം അദ്ദേഹം വിസിറ്റിംഗ് പ്രൊഫസറായിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഭരണസമിതിയിൽ അംഗമായി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ സാധിച്ചു. തിമില വാദ്യത്തെക്കുറിച്ചും അതിൻ്റെ പ്രയോഗങ്ങളെക്കുറിച്ചും പുസ്തകം രചിച്ചിട്ടുള്ള വ്യക്തിയാണ്. മാത്രമല്ല നിരവധി വാദ്യ മേഖലയെക്കുറിച്ചും അതിൻ്റെ താളങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രയോഗങ്ങളെക്കുറിച്ചും പൊതുവിൽ വാദ്യകലകളുടെ പ്രചാരണത്തിന് വേണ്ടി ധാരാളം പ്രഭാഷണങ്ങൾ നടത്തുന്ന വ്യക്തി കൂടിയാണ്, നടത്തിയിട്ടുള്ള വ്യക്തിയും കൂടിയാണ് കരിയന്നൂർ നാരായണൻ നമ്പൂതിരി. ഏവർക്കും സുപരിചിതനാണ്, പ്രത്യേകിച്ച് വാദ്യലോകത്ത്. എന്നാലും ഞാൻ ചിലത് പറഞ്ഞു എന്ന് മാത്രം. എങ്ങനെയും അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് NP വിജയേഷൻ എന്ന പ്രശസ്തനായ അധ്യാപകൻ, നിരൂപകൻ, എഴുത്തുകാരൻ, പുസ്തകരചനയിൽ വളരെ ധാരാളമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന NP വിജയേഷൻ എന്ന അദ്ദേഹത്തിൻ്റെ അനുജൻ NP രാമദാസ് എന്ന വ്യക്തിയാണ് ഇദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഈ NP വിജയേഷനെ പോലെ തന്നെ NP രാമദാസിനും ചില പ്രത്യേകതകളുണ്ട്. അദ്ദേഹം സ്കൂൾ മാഷാണ്. നല്ല സൗമ്യനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. മാത്രമല്ല അഷ്ടപതിയിൽ വളരെയധികം പ്രാവീണ്യമുള്ള കലാകാരനാണ്. സോപാന സംഗീതമൊക്കെ നിരവധി വേദികളിൽ, പൊതുവേദികളിലും ക്ഷേത്രങ്ങളിലുമൊക്കെ അവതരിപ്പിക്കുന്ന വ്യക്തി കൂടിയാണ്. ഒരു കലാഹൃദയമുള്ള വ്യക്തിയാണ് NP രാമദാസൻ. അദ്ദേഹമാണ് ഈ കരിയന്നൂർ നാരായണൻ നമ്പൂതിരിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ രണ്ടുപേരും അടുത്തടുത്ത സ്വദേശികളാണ്. NP രാമദാസിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ഈ വായ്ത്താരി ചിത്രീകരിക്കുന്നത്. എങ്ങനെയും രണ്ടുപേരെയും ഇതിലേക്ക് ലഭിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ ചോദ്യവും ഉത്തരവും കേട്ട് കണ്ട് അറിയാം. എല്ലാവർക്കും ഇതിലേക്ക് സ്വാഗതം. കലാലോകത്തിന് പ്രത്യേകിച്ചൊരു മുഖവുര ആവശ്യമില്ലാത്ത ഒരു കലാകാരനാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ശ്രീ കരിയന്നൂർ നാരായണൻ നമ്പൂതിരി. പഞ്ചവാദ്യ തിമിലയിൽ ഇന്ന് അഗ്രിമസ്ഥാനം വഹിക്കുന്ന
ഒരു ശ്രേഷ്ഠ കലാകാരനെയാണ് നമുക്കിന്ന് അതിഥിയായി കിട്ടിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ആ കലാസപര്യയുടെ തുടക്കം മുതൽ ഇന്ന് അദ്ദേഹം എത്തി നിൽക്കുന്ന ഈ കാലയളവ് വരെയുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതയാത്ര, അനുഭവങ്ങൾ, അതൊക്കെ നമ്മളോട് ഇപ്പോൾ പങ്കുവെക്കുകയാണ്. ഈ സംഭാഷണത്തിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. അപ്പം അങ്ങിപ്പോൾ ഒരു പഞ്ചവാദ്യ തിമിലക്കാരൻ എന്നുള്ള നിലയ്ക്കാണ് കലാലോകത്തെ എല്ലാവരും അറിയപ്പെടുന്നത്. ഈ തിമിലയിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് അങ്ങ് കലാമണ്ഡലത്തിലൊരു കഥകളി ചെണ്ട വിദ്യാർത്ഥിയായി അവിടുന്നാണ് ഈ കലാപഠനം ആരംഭിക്കുന്നത്. അപ്പോൾ ഈ കലാമണ്ഡലത്തിൽ എത്തിപ്പെടാൻ, ഒരു കഥകളി ചെണ്ട വിദ്യാർത്ഥിയായിട്ട് അവിടെ എത്തിപ്പെടാനുണ്ടായ ഒരു പശ്ചാത്തലം, അതായത് അന്നത്തെ കാലത്ത് കഥകളി കണ്ടിട്ടുള്ള ഒരു ഭ്രമം കൊണ്ടാണോ, അതോ പാരമ്പര്യമായിട്ട് ഏതെങ്കിലും ഇല്ലത്തോ അല്ലെങ്കിൽ അങ്ങയുടെ ആ ഒരു താവഴിയിൽ ആരെങ്കിലുമൊക്കെ ഈ കലാകാരന്മാരായിട്ടുണ്ടായ ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണോ, എങ്ങനെയാണ് ഈ കലാമണ്ഡലത്തിൽ ഈ കഥകളി ചെണ്ട വിദ്യാർത്ഥിയായിട്ട് ചേരാൻ ഒരു കാരണം ഒന്ന് എന്താണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത്? പാരമ്പര്യത്തിനെ ചോദിച്ചാൽ ഈ കലാപാരമ്പര്യം എത്ര ഉണ്ടെന്ന് പറയാൻ അറിയില്ല. അച്ഛനോ മുത്തച്ഛനോ ഒന്നും വാദ്യവിഷയങ്ങൾ കൈകാര്യം ചെയ്തിരുന്നവരല്ല. താന്ത്രിക വിഷയങ്ങളിൽ അവർ അഗ്രേസരന്മാരായിരുന്നു. അങ്ങനെ ഉത്സവങ്ങൾ, കലശങ്ങൾ തുടങ്ങിയുള്ള ക്ഷേത്രങ്ങൾക്ക് പോകുന്ന, അങ്ങനെ ക്ഷേത്രങ്ങളിലേക്ക് പോകുന്ന അങ്ങനെ ഒരു പാരമ്പര്യമാണ് ശരിക്കും പറയാനുള്ളത്. പക്ഷേ അച്ഛനൊക്കെ കൊട്ട് വളരെ ഇഷ്ടമായിരുന്നു, അതെനിക്കറിയാം. പിന്നെ അതിലൊന്ന് ചെറുതായിട്ടൊന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ കലയോട് കുറച്ചും കൂടി ഒരു അടുത്ത് നിന്നിരുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ മുത്തച്ഛൻ്റെ അനിയൻ. അദ്ദേഹം ഈ പറഞ്ഞ മാതിരി തന്നെ വേദങ്ങളിലും താന്ത്രിക വിഷയങ്ങളിലൊക്കെ പാരംഗതനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിധി വൈപരീത്യം അദ്ദേഹത്തിന് ഒരു ഭ്രഷ്ട് വരികയും അതിൻ്റെ പേരിൽ അദ്ദേഹം മതം മാറുകയൊക്കെ ചെയ്യണ്ടായി. മുസ്ലിമായിട്ട് ഞാൻ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ടല്ലോ. അദ്ദേഹം കലാമണ്ഡലത്തിൽ ഇടയ്ക്കിടയ്ക്ക് പോയിരുന്നെന്നും കഥകളി ധാരാളം കണ്ടിരുന്നെന്നും ഒഴിവ് കിട്ടുന്ന സമയത്ത് ആശാന്മാരുടെ കളരിയിലുകൾ പോയിരുന്നെന്നും, ചെണ്ടക്കളരിയാണ് കേട്ടോ പ്രധാനമായിട്ട്. പിന്നെ നമ്പീശാശാനും അത് പറയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു എന്ന് ആശാന്മാരുടെ സംസാരത്തിൽ നിന്ന് അങ്ങനെ മനസ്സിലാക്കിയെടുത്തുള്ളതാണ്. അങ്ങനെ ഒരു പാരമ്പര്യം അല്ലാണ്ട് വേറൊന്നും എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല. അത് പാരമ്പര്യമായിട്ട് കണക്കാക്കാൻ അങ്ങനെ അല്ല, വേറൊന്നും പറയാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്ങനെയായാലും എന്നെ സംബന്ധിച്ചിടത്തോളം കൊട്ട് വളരെ ഇഷ്ടമാണ്. അതെന്തോന്ന് വെച്ചാൽ ഒരു അട്രാക്ഷൻ അതിനോടുണ്ടായിരുന്നു. അത് കുട്ടിക്കാലം മുതലൊക്കെ തന്നെ അവിടെ പ്ലാശ്ശേരി അയ്യപ്പൻകാവ്, അവിടെ പ്രഗത്ഭന്മാരായുള്ള തായമ്പക്കാരെല്ലാവരും വരും. അന്നത്തെ പ്രഗത്ഭന്മാരായുള്ള തായമ്പക്കാർ തിരുവപ്പുറ രാമപ്പുതാൾ, തിരുവപ്പുറ ശങ്കുണ്ണിപ്പുതാളാശാൻ, തൃത്താല കേശവപ്പുതാൾ, കുഞ്ഞിഷ്ണപ്പുതാൾ, ശിവരാമപ്പാള തുടങ്ങിയുള്ള അന്നത്തെ സീനിയർമാരായുള്ള ആൾക്കാരുടെയൊക്കെ തായമ്പക അവിടെ പതിവുണ്ട്. അപ്പം അവർ വന്നാലൊക്കെ ഇല്ലത്താണ് വരിക. അച്ഛനായിട്ട് സ്വതവേ ഇവരെല്ലാവരും വളരെ താല്പര്യമാണ്. അത് ഈ തന്ത്രത്തിന് പോകുമ്പോൾ അവിടെ അടിയന്തരമായിട്ട് ബന്ധപ്പെടും. പിന്നെ ഉത്സവം എന്നൊക്കെ പറഞ്ഞാൽ അത് 8-10 ദിവസം ഒന്നിച്ച് അവർ എല്ലാവരും അപ്പോൾ അവർ തമ്മിലുള്ളൊരു ബന്ധം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ എല്ലാവരും അവിടെ വന്ന് കാണുക. അപ്പോൾ അത് അവരുടെ എല്ലാവരുടെയും സംസാരം കേൾക്കുകയും അവരുടെ ഈ കൊട്ട് കേൾക്കുകയും അങ്ങനെയുള്ളൊരു അതായിരിക്കണം എനിക്ക് കൊട്ടിനോടുള്ളൊരു ഭ്രമം തോന്നാനുള്ള ഒരു പ്രധാന കാരണം എന്നാണ് തോന്നുന്നത്. കഥകളിയൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പല ഇല്ലങ്ങളിലും കഥകളി കൊണ്ടുവന്ന് നടത്തുക, അങ്ങനെ പല പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. എനിക്കൊന്നും അങ്ങനൊരു പശ്ചാത്തലം ഇല്ല. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ്, ആ കാലങ്ങളിലാണ് കഥകളിയൊക്കെ കുറേശ്ശെ കാണാൻ തുടങ്ങിയത്. അതും കഥകളി കാണാൻ തുടങ്ങിയത് കഥകളി കാണാൻ ഇഷ്ടമുണ്ടായിട്ടല്ല, കൊട്ട് കേൾക്കാനായിട്ട്. അപ്പോൾ അതിൽ മദ്ദളത്തിൻ്റെയും ചെണ്ടടിയും തമ്മിലുള്ള സ്വരച്ചേർച്ച അത് വല്ലാതെ ആകർഷിച്ചു. അത് ഒരു പ്രാവശ്യം പ്ലാശ്ശേരി ഒരു കഥകളി, കോട്ടക്കൽ സെറ്റിൻ്റെ ഒരു കഥകളി ഉണ്ടായപ്പോൾ ചെണ്ട കസേരയമ്പിൽ വെച്ചിട്ട് ഉണ്ണികൃഷ്ണനായിരുന്നു അന്ന് കൊട്ടിയിരുന്നത്. അതൊക്കെ എന്നെ വളരെയധികം ഈ കഥകളി ചെണ്ടകളിക്ക് എന്നെ ആകർഷിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ചെണ്ട പഠിക്കാനുള്ളൊരു താല്പര്യം പെടുന്നത്. അച്ഛന് അത്ര വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല.
ഈ കഥ ഇത് ചെണ്ടയ്ക്ക് ചേർക്കാൻ അല്ലേ? ചെണ്ടയ്ക്ക് ചേർക്കാൻ. കാരണം വഴി വിട്ടു പോവോ, ആ ആ കാരണം അന്ന് കലാകാരന്മാർ ഇപ്പോഴും അതെ അതെ. അപ്പം അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഒരു പേടി, അത് കാരണമാണ് തോന്നുന്നുണ്ട് കാര്യമായിട്ട് പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. ഇഷ്ടമാണ്, ഇഷ്ടമില്ലായില്ല. അങ്ങനെ 7ാം ക്ലാസ്സിൽ ഒരു പ്രാവശ്യം ഉള്ള സമയത്താണ് തോന്നുന്നത്. അപ്പോൾ ഒരു മറ്റേ കലാമണ്ഡലത്തിൽ അങ്ങനെ ഒരു കഥകളിക്ക് കുട്ടികളെ ആളെ എടുക്കണ്ടെന്നും പറഞ്ഞിട്ട് അങ്ങനെ പേപ്പറിലൊരു പരസ്യം കാണാം. ഞാനത് അപ്ലൈ ചെയ്തു, ആരോടും ചോദിച്ചില്ല, അപ്ലൈ ചെയ്തു, സ്വന്തം നിലയ്ക്ക് അപ്ലൈ ചെയ്തു. എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു, ഞാനന്ന് പോവുകയും ചെയ്തു. അന്ന് പഴയ കലാമണ്ഡലത്തിൽ വെച്ചിട്ടാണ്. ചന്ദ്രമന്നാടിയാരാശാനാണ് അന്ന് എന്നെ, എനിക്ക് ആരെയും അറിയില്ല, ആരെയും അറിയില്ല. അതെ, പിന്നെ തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹമാണെന്ന് മനസ്സിലായി, അദ്ദേഹമാണെന്ന് ഞാൻ മനസ്സിലാക്കണു. അപ്പോൾ അദ്ദേഹമാണ് ഉണ്ടായിരുന്നെന്ന് തോന്നണു. അപ്പോൾ ഇൻ്റർവ്യൂവിനുണ്ടായിരുന്നത്. അപ്പോൾ എന്നോട് ചോദിച്ചു കഥകളി കൊട്ട് പഠിച്ചിട്ടുണ്ടോ ചോദിച്ചു. ഇല്ല. കൊട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ഏയ് അപ്പോൾ എന്തിനാ ഇങ്ങോട്ട് പോകുന്നേ? അത് വേറെ ആരാണോ ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു കൊട്ട് പഠിക്കാൻ. അത് ചിലപ്പോൾ ഒരു അഹമ്മദി തോന്നിയോ എന്തോ ചോദിച്ചാൽ നിശ്ചയില്ല. അതോ കൊട്ട് പഠിച്ചുള്ള ആൾക്കാർ അവിടെ ഇൻ്റർവ്യൂവിന് വന്നുണ്ടായിരുന്നത് കൊണ്ടാണോ തോന്നുന്നത്, അത് ഉണ്ടായിരുന്നു നിശ്ചയില്ല. എങ്ങനെയാലും വിളിക്കാമെന്ന് പറഞ്ഞ് പോന്നു. എൻ്റെ ആദ്യത്തെ കലാമണ്ഡലത്തിലേക്കുള്ള ഇൻ്റർവ്യൂ അതാണ്. ശരി. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് അത് ഏട്ടനോട് പറഞ്ഞപ്പോൾ വലിയ ഏട്ടന് വളരെ താല്പര്യമാണ്. അപ്പോൾ നീ പറഞ്ഞു 10ാം ക്ലാസ് പാസ്സാകുക പറഞ്ഞു വെച്ചാൽ പഠിക്കാനൊക്കെ മരമന്തനെയായിരുന്നു, സ്കൂളിൽ പോകാനൊക്കെ മഹാവരികളാണ്. അപ്പോൾ 10ാം ക്ലാസ് പാസ്സാകുക വെച്ചാൽ 10ാം ക്ലാസ്സിൽ എത്തിയിട്ടാണ് പറഞ്ഞത് എന്നെ കലാമണ്ഡലത്തിൽ ചേർക്കാം, ഞാൻ അതിന് വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യാം. ആ ഒരു ഒറ്റ ഉത്സാഹത്തെ കൊണ്ട് 10ാം ക്ലാസ് അക്കൊല്ലം തന്നെ പാസ്സായി കടന്നു ചാവതി. അത്രേ ഉള്ളൂ. ലക്ഷ്യം കലാമണ്ഡലാണ്. അപ്പോൾ കലാമണ്ഡലത്തിലേക്ക് അങ്ങനെ നേരിട്ടിട്ട് 10ാം ക്ലാസ് പാസ്സായി പറഞ്ഞാൽ ഫോട്ടോ ഇവിടെ എടുക്കില്ല. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു ഇത് വേണമല്ലോ. ആ കാലത്ത് മാർച്ച് മാസത്തിലൊട്ടേ തോന്നുന്നുണ്ട് ഉത്സവം ഉണ്ടായിരുന്നു അവിടെ. ഉത്സവത്തിൽ തിരുവപ്പുറ രാമപ്പുതാൾ അവിടെ വന്നപ്പോൾ അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു, രാമപ്പുതാൾ, ഇയാൾ ഈ ടിന്നിൻ്റെ മുകളിൽ അവിടെയും ഇവിടെയൊക്കെ കൂട്ടി നടക്കുന്നുണ്ട്, താൻ ഇയാൾക്ക് താളമുണ്ടോ എന്ന് നോക്കുക എന്ന് പറഞ്ഞ് രാമപ്പാളോട് പറഞ്ഞു. രാമപ്പാൾ പറഞ്ഞു എന്തൊക്കെയോ എന്നെ കൊട്ടിച്ചതായിട്ട് എനിക്ക് ഓരോ ഓർമ്മ ഉണ്ട്. രാമപ്പാൾ വലിയ താല്പര്യം കാണിച്ചില്ല, അതൊന്നും വേണ്ടപ്പെടുന്നേ എന്ന് പറഞ്ഞു. പക്ഷേ അച്ഛനതാൻ ബോധ്യമില്ല തോന്നുന്നു. അദ്ദേഹം തിരുവപ്പുറ ശങ്കുണ്ണിപ്പുതാളാശാനോട്, അദ്ദേഹം അന്ന് അവിടെ ഉണ്ട്, ആശാനോട് പറഞ്ഞു ഇയാൾക്ക് ഒന്ന് കൊട്ട് പഠിപ്പിച്ചാൽ തിരക്കില്ല, കലാമണ്ഡലത്തിലേക്ക് ഇങ്ങനെയാണ് ഒരു താല്പര്യം, അയാൾക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ട്, അപ്പം ഒന്ന് വന്നിട്ട് അതിൻ്റെ ആ പ്രാഥമിക പാഠങ്ങളൊക്കെ ഒന്ന് പഠിപ്പിച്ച് കൊടുത്താൽ തിരക്കിടില്ല എന്ന് പറഞ്ഞ് ഒരു ദിവസം ആശാൻ ഇല്ലത്തേക്ക് വരികയാണ്. ഈ കൊട്ടും തിരക്കൊക്കെ കഴിയട്ടെന്നിട്ട് ഞാൻ വരാം എന്ന് പറഞ്ഞിട്ടാണ് ആശാൻ വന്നത്. അങ്ങനെ ഇൻ്റർവ്യൂവിൻ്റെ കുറച്ച് മുമ്പേ ആയിട്ട് ഒരു ദിവസം തിരുവപ്പുറ ശങ്കുണ്ണിപ്പതാൾ അവിടെ വന്ന പത്തായപ്പുരയിൽ ഇരുന്ന് ഗണപതി കൈ കൊട്ടിച്ച് അദ്ദേഹം പറഞ്ഞുള്ള കാര്യം ആദ്യത, കൈ പൊട്ടും, നിർത്തുവോ, ബുദ്ധിമുട്ടുണ്ടാവും, നിർത്തുവോ, ഇല്ല ഞാൻ നിർത്തില്ല എന്ന് അദ്ദേഹത്തിന് വാക്ക് കൊടുത്തതാണ്. എന്ത് വന്നാലും നിർത്തില്ല എന്ന് അദ്ദേഹത്തിന് വാക്ക് കൊടുത്തു. എന്നിട്ട് അദ്ദേഹം തുടങ്ങാൻ തന്നെ കൂട്ടാക്കിയുള്ളൂ. എന്നിട്ട് എങ്ങനെയാണ് ദക്ഷിണ കൊടുത്തു, പിന്നെ ഗണപതി കൈ കൊട്ടിച്ചു. പിന്നെ ഒരു 2-3 ദിവസമൊക്കെ ഉണ്ടായുള്ളൂ എന്നാണ് എൻ്റെ ഓർമ്മ. 4 പാടക കൈകൾ, തക്കിട്ട, തരികിട, തക്കേ തക്കിട്ട, പിന്നെ ഇതും 4ാമത്തെ പാടക കൈ, ഇടം തക്കിട്ടിയും വലം തക്കിട്ടി. അങ്ങനെ അത് 4 കാലം കൊട്ടിയോ 3 കാലം കൊട്ടാറായോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. എങ്ങനെയാലും 4 കാലം കൊട്ടിയെന്നാണ് ധാരണ. കൊട്ടാറാക്കിയിട്ട് അദ്ദേഹം ഒരു 3. അപ്പോൾ ശരിക്ക് തിരുവപ്പുറ ശങ്കുണ്ണിപ്പതാളാശാനാണ് ആദ്യം ഗണപതി കൈ കൊട്ടി തുടങ്ങി. അദ്ദേഹം ഈ പ്രാഥമിക പാഠങ്ങൾ ഗണപതി കൈയും പിന്നെ 4 പാഠകൈയും കൊട്ടിക്കാറായി കഷ്ടിച്ച് അതിങ്ങനെ ഒരു സമ്പ്രദായം പോലെ തന്നെ കൊട്ടാറായി. അത് മാത്രമേ ഉള്ളൂ, അത് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അതിൻ്റെ അടുത്ത ജൂണിൽ അതെ പിന്നെ കലാമണ്ഡലത്തിലേക്ക് പോവുകയാണ് ഉണ്ടായത്. കലാമണ്ഡലത്തിൽ ഇൻ്റർവ്യൂവിന് പോയി അന്ന് കൊട്ടിച്ചു. അന്ന് മന്നാടിയാരാശാൻ തന്നെയാണ് അന്ന് ഉണ്ടായിരുന്നത്. അച്ചുണ്ണിപ്പളാശാനെ കണ്ടിരുന്നു. അച്ചുണ്ണിപ്പളാശാനും ഈ തിരുവപ്പുറ ശങ്കുണ്ണിപ്പളാശാനായിട്ട് എന്തോ ബന്ധമുണ്ട്. അപ്പോൾ അതറിയാം, ആശാൻ അറിയാം സംഭവം.
ആശാൻ ആര് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ അറിയില്ല, എന്നറിയില്ല. എങ്ങനെയാലും തിരുവപ്പുറ അല്ല മന്നാടി ആശാനാണ്. ആശാൻ ചോദിച്ചു കൊട്ട് പഠിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഇന്ന മാതിരിയൊക്കെയാണ് സംഭവങ്ങൾ പറഞ്ഞു. എന്നിട്ട് അതൊന്ന് കൊട്ടാൻ പറഞ്ഞു. ഞാനത് കൊട്ടി കാണിച്ചു കൊടുത്തു. അതെ, പാടകയ്യോകളെ കൊട്ടി കാണിച്ചു കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ബാലക്കുറുപ്പ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അന്ന് കലാമണ്ഡലത്തിൽ ബോർഡിൽ മെമ്പറായി, വള്ളത്തോൾ സ്റ്റാഫുമാണ്. അദ്ദേഹം എന്നോട് ചോദിച്ചു, കലാമണ്ഡലത്തിൽ സ്റ്റൈപ്പൻഡിന് വേണ്ടിയിട്ടാണോ പഠിക്കാൻ വന്നത്, അതോ കലയോടുള്ള താല്പര്യമാണോ ആണോ ചോദിച്ചു എന്നോട്. അപ്പോൾ എന്നോട് ഏട്ടൻ മുമ്പ് തന്നെ പറഞ്ഞായിരുന്നു, ചോദിച്ചാൽ പിന്നെ സ്റ്റൈപ്പൻഡ് കിട്ടാനാന്ന് പറയാൻ പാടില്ല, കൊട്ടാൻ അതല്ലെങ്കിൽ നമുക്ക് താല്പര്യം തന്നെയാണ്, പ്രത്യേകിച്ച് കളവ് പറയേണ്ട വിഷയമില്ല. അപ്പോൾ എന്നെ പറഞ്ഞു കൂട്ടത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് വന്നത്, പക്ഷേ എനിക്ക് സ്റ്റൈപ്പൻഡ് അനുവദിച്ച് തരണം, ഇല്ലത്തെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ തൊട്ട് ഒരാളും കൂടി അവിടെ ബോർഡിലുണ്ടായിരുന്നു ഇൻ്റർവ്യൂവിൽ, മറ്റേ ചാക്യാരാശാൻ, രാമചാക്യാരാശാൻ ആയി ഇവിടുന്നേ എന്താ അങ്ങനെയൊക്കെ പറയണേ, സ്റ്റൈപ്പൻഡ് കിട്ടാൻ വേണ്ടിയിട്ട് എന്താ പറഞ്ഞുള്ളൂ, വേറൊന്നും പറഞ്ഞില്ല, ചുരുക്കം സ്റ്റൈപ്പൻഡാണ് പോയി കിട്ടി. സ്റ്റൈപ്പൻഡ് പോയി കിട്ടി. അന്ന് വേറെ 3, 4, 5 കുട്ടികളുണ്ടായിരുന്നു തോന്നുന്നുണ്ട്. എൻ്റെ കൂടെ കൃഷ്ണദാസനും ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂവിന്, അങ്ങാടിപ്പുറം കൃഷ്ണദാസൻ. അയാളെ മറ്റേ തായമ്പകയും പുറപ്പാടും മേളപ്പതൊക്കെ പഠിച്ചതിന് ശേഷമാണ് വരണത്. അത് ശരി. രാമദാസനും ഉണ്ടായിരുന്നു. രാമദാസനും കൃഷ്ണദാസനും ഒപ്പമാണ് അവിടെ വന്ന് ചേർന്നത്. ഒരാൾ ചെണ്ടയ്ക്ക്, ഒരാൾ മന്ത്രത്തിന്. ആ ബാച്ചിൽ ഞങ്ങൾ രണ്ടാളേ ഉള്ളൂ. അതെ, ചെണ്ടയ്ക്ക് ഞങ്ങൾ രണ്ടാൾ മാത്രമേ ഉള്ളൂ. ഓ അത് ശരി. ആദ്യത്തെ കളരി നേരെ ചെല്ലണത് മന്നാടി രാജന്റെ കളരിയിലേക്കോ അതോ? അല്ല അത് അത്രയാവില്ല. എടുത്തു, ഞങ്ങൾ രണ്ടാളെ എടുത്തു. എന്നെ ഇന്റർവ്യൂവിന് നിങ്ങൾ രണ്ടുപേരേ ഉള്ളൂ? അല്ല, ഇന്റർവ്യൂ 2, 3, 4 ഉണ്ടായിരുന്നു. അതാരൊക്കെയാണെന്ന് എനിക്ക് അറിയില്ല. രണ്ടാൾക്കാണ് സെലക്ഷൻ കിട്ടിയത്. അതിൽ എനിക്ക് കൃഷ്ണദാസിന് സ്റ്റൈപ്പൻഡ് കിട്ടുകയും ചെയ്തു, എനിക്ക് സ്റ്റൈപ്പൻഡ് കിട്ടുകയും ചെയ്തില്ല. അപ്പോൾ അച്ചുണ്ണിപ്പതലാശാൻ പറഞ്ഞു, നമുക്ക് അടുത്ത കൊല്ലത്തേക്ക് ശ്രമിച്ചു നോക്കാം, ഇക്കൊല്ലം ഇങ്ങനെയാണ് പോട്ടെ, എന്നാൽ അടുത്ത കൊല്ലത്തേക്ക് നോക്കാം, എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചേർന്നു. 5 റുപ്യാണ് അന്ന് ഫീസ്. ഏതാണ്ട് 70 റുപ്യോളം മെസ്സ് ഫീസും. അങ്ങനെ 75 റുപ്യ വേണ്ടു. അങ്ങനെയാണ് അതിൻ്റെ ഒരു ചുറ്റുപാട്. കൊല്ലം ഏതാണെന്ന് ഓർമ്മയുണ്ടോ കാലഘട്ടം? 75, 74, 75 ഇതിലാണ് ഞാൻ SSLC പാസ്സായത്. അപ്പോൾ 75, 76 അതെ അങ്ങനെ അപ്പോഴാവും ഞാനതിൽ ചേർന്നിട്ടുണ്ടാവുകയാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. പിന്നെ ക്ലാസ് തുടങ്ങുകയാണ്. ക്ലാസ് തുടങ്ങുമ്പോൾ ഞാൻ കൃഷ്ണദാസിൻ്റെ ഒപ്പ് എത്തിക്കാനാണ് എന്നുള്ള ഒരു അങ്ങനെ ആവാം എന്ന് ഞാൻ വിചാരിക്കണു. കൂടുതൽ കുറച്ചും കൂടി അത് ഒപ്പം എത്തിക്കാൻ വേണ്ടിയിട്ട് ആവും. മറ്റേ കളരിയുടെ റൂമിൽ വെച്ചിട്ടായിരുന്നു എനിക്ക് ക്ലാസ്. അത് ശരി. കളരിയിൽ മന്നാടി ആശാൻ ക്ലാസ് എടുക്കും. അവിടെ സീനിയർമാർ കുട്ടികൾക്ക് ബാക്കിയുള്ള കഥകളി വിഷയങ്ങളായുള്ള കാര്യങ്ങൾ എടുക്കും. അച്ചുണ്ണി പൊലാശാൻ ഈ മുറിയിൽ വെച്ചിട്ട് പായ വിരിച്ചിട്ട് അതിൽ ചെണ്ടക്കോലും കയ്യുമായിട്ട് അങ്ങനെ എന്നെ കൊട്ട് തായമ്പക പഠിപ്പിക്കാൻ തുടങ്ങുകയാണ് ഉണ്ടായത്. ഒറ്റയ്ക്ക്. അപ്പോൾ താളം പഠിക്കാൻ കൃഷ്ണദാസനും ഉണ്ടാവും. അങ്ങനെയാണ് അവിടുത്തെ ഒരു അഭ്യസന രീതി ഉണ്ടായിരുന്നത്. ആശാൻ തായമ്പക പഠിക്കാൻ തുടങ്ങി. തായമ്പക പഠിപ്പിക്കുമ്പോൾ ആ ഉത്സാഹം കൊണ്ടൊക്കെ അങ്ങനെ കുറേശ്ശെ വേഗം എണ്ണങ്ങളൊക്കെ അങ്ങനെ പഠിക്കാൻ തുടങ്ങി. വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് കാര്യങ്ങളായി. മറ്റേ ശ്രദ്ധ കുറച്ചും കൂടി ഉണ്ടാവും. അന്ന് ക്ലാസ് ആണെന്ന് ചോദിച്ചാൽ 9:30 തുടങ്ങി കഴിഞ്ഞാൽ 12:30 വരെ ക്ലാസ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഉച്ചരിഞ്ഞിട്ടും ക്ലാസ് ഉണ്ടാവും. ഉച്ചരിഞ്ഞിട്ട് 3 മണി മുതൽ 4 മണി വരെ താമസം ഹോസ്റ്റലിൽ തന്നെ താമസിച്ചു. അപ്പോൾ ഈ രാവിലെയുള്ള സമയങ്ങളിലുള്ള അഭ്യാസം അത് സാധകം. ഈ 9 മണി മുതലുള്ള ക്ലാസ്സിലുള്ള തായമ്പക പഠിപ്പിക്കൽ മാത്രം. എനിക്ക് ഉള്ള ആ ക്ലാസ് സെപ്പറേറ്റ് ക്ലാസ്. സീനിയർമാരായിട്ടുള്ള കുട്ടികളുണ്ടാവും. അന്ന് പിന്നെ രണ്ടാമത്തെ കൊല്ലക്കാർക്കൊക്കെ ഈ വട്ടം വെച്ച് കലാശങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നത്തെ അതിൻ്റെ സീനിയർ 4ാമത്തെ കൊല്ലക്കാരൊക്കെ ചൊല്ലിയാട്ടത്തിന് പോവുക. അന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെണ്ട രാധാകൃഷ്ണനായിരുന്നു അന്നുണ്ടായിരുന്നത്. പിന്നെ ഉണ്ണികൃഷ്ണനായിരുന്നു 4ാമത്തെ കൊല്ലത്തെ വിദ്യാർത്ഥിയായിട്ട് ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ ആ ബാച്ചിൽ. പിന്നെ 2ാമത്തെ കൊല്ലമായിട്ട് ഉണ്ടായിരുന്നത്
വാഴയങ്കട കൃഷ്ണദാസനും ആ വിജയകൃഷ്ണനും, ആ കൃഷ്ണൻ പാളാശാൻ്റെ മകൻ. കൃഷ്ണ പ്ലാശാൻ്റെ മകൻ, അവരായിരുന്നു എൻ്റെ തൊട്ട് മേലെ ഉണ്ടായിരുന്നത്. അത് ശരി. പിന്നെ ഞങ്ങൾ രണ്ടുപേരും. അങ്ങനെ ഞങ്ങൾ 1-ാം നമ്പറിൽ മുറിയിൽ അങ്ങനെ അതെ അല്ലേ. അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ഇവരൊക്കെ തന്നെയായിരുന്നു എൻ്റെ ആ കൂട്ടുകാരൊക്കെ. സമയത്ത് മറ്റ് സഹ ബാച്ചുകാർ, അതായത് മദ്ദളത്തിലും പാട്ടിലും വേഷത്തിലും ഒക്കെ ആ സമയത്ത് ഒരേ ഇതായിട്ടുണ്ടായിരുന്ന ആരൊക്കെയാണ്? മദ്ദളത്തിലുണ്ടായിരുന്നത് രാമദാസനാണ്. പിന്നെ ആരാന്ന് എനിക്ക് കൃത്യമായിട്ടൊരു വേണുകൂട്ടനാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത് ശരി. ആ അതോ വേണുകൂട്ടനും ഗോപിക്കുട്ടനും ഒരുമിച്ചാണോ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ വരണില്ല. പാട്ടിന് ഭവദാസൻ സീനിയറായിട്ടുണ്ട് തോന്നണം, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല. 49 കൊല്ലമായില്ലോ. അതെ 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 അതെ. പിന്നെ ആ ഫീൽഡിൽ ഇല്ലാത്തതുകൊണ്ടും ഇവരൊന്നും കാണാത്തതുകൊണ്ടും ആയിട്ടും ഞങ്ങളുടെ റൂംമേറ്റാണ് കൃഷ്ണൻകുട്ടി, ഒരു പാട്ട് കൃഷ്ണൻകുട്ടി ഉണ്ടായിരുന്നു, വെന്നിമല കൃഷ്ണൻകുട്ടി. ആ കൃഷ്ണൻകുട്ടിയൊന്നും പിന്നെ കണ്ടിട്ടില്ല. അങ്ങനെയാണ് അത് ഉണ്ടായിരിക്കുന്നത്. ആ അതായത് മുഴുവൻ അത്ര കൃത്യമായിട്ടൊരു ഓർമ്മ കിട്ടില്ല. ഇല്ല 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 ഇല്ല. എങ്ങനെയാലും ആദ്യത്തെ ആ ഭാഗങ്ങളായിട്ട് തായമ്പകയുടെ ആ പ്രാഥമിക പാഠങ്ങളൊക്കെ അച്ചുണ്ണി പ്ലാശാൻ. എത്ര കാലം എടുത്തു അത് കഴിയാൻ? ഒരു 2-3 ആഴ്ചയായിട്ട് ഉണ്ടായിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഓർമ്മ. ഒരു 3 ആഴ്ച കൊണ്ട് ഒരു ചെറിയ തായമ്പകയുടെ രൂപമായിക്കണം, ചമ്പക്കൂറൊക്കെ അടക്കം. അത് ശരി. അയക്കണ്ടു. ഏതാണ് അരങ്ങേറ്റത്തിന് പാകമാക്കി നടത്തും. ഏതാണ്ട് അയക്കണു. പക്ഷേ അതൊക്കെ പഠിക്കുക കഴിഞ്ഞു, കൊട്ട് അപ്പോഴാണ്, അതായത് ഈ സൈക്കിളുമ്പോൾ കയറുമ്പോൾ പരിപാടിയില്ലേ, സ്വതേ സൈക്കിള് ചവിട്ടാറാവോളം വീഴില്ല. അതാണ് വിഷമായി തുടങ്ങിയാൽ പിന്നെ വീണിറങ്ങി കഴിഞ്ഞു പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ മാതിരി അവിടെയും ഇവിടെയൊക്കെ പഠിച്ചിറങ്ങി. അപ്പോൾ ശുണ്ഠി വരും, ലഹള ഓടും, ദേഷ്യപ്പെടും, ലൈസൻസ് എടുക്കാൻ പാടില്ല, ലൈസൻസ് എടുക്കണ്ട എന്നൊക്കെ പറയണ്ടേ. എന്താ ഈ ലൈസൻസ് എടുക്കാൻ എനിക്കറിയില്ല. ഞാനിട്ട് ഇവിടെ വന്നിട്ട് ഉണ്ണീഷനോടും രാധാകൃഷ്ണൻ ഇവരോടൊക്കെ പറയും, ആശാൻ കുറേ ചീത്ത പറഞ്ഞു, എനിക്ക് ഞാൻ അവരൊക്കെ ചെറുക്കും. അതൊരു വിഷയമല്ല അവർക്ക്. ഒരു പ്രാവശ്യം പറഞ്ഞു, എന്തിനാ ഇത് പഠിക്കാൻ നിൽക്കണം വെറുതെ എന്നെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട്, പൊക്കൂടെ, ഇതൊന്നും തനിക്ക് ഒന്നും നേരെയാവില്ല, ഇത് ശരിയാവില്ല, പൊക്കൂടെ, എല്ലാത്തേക്കും പൊക്കൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് ധാരാളം ചീത്ത പറയും. അപ്പം ഒരു ദിവസം ഞാൻ അങ്ങനെ വിചാരിച്ചു, എന്താ ഇപ്പോൾ ഇത് ഇവിടെ വന്ന് പഠിച്ചത്, അത് കാശും കൊടുക്കണം, കാശാച്ചാൽ നന്ന ഭയങ്കരം, അത് കൊടുക്കും വേണം, പിന്നെ പഠിച്ചിട്ട് എന്താ കാര്യം, എങ്ങനെയായാലും ആശാൻ്റെ ഉള്ളിലിരിപ്പ് തന്നെയാണോ ഇല്ലേ എന്ന് സൂക്ഷിച്ചിട്ട് പറയാമെന്ന് വെച്ചില്ല. എന്നാൽ മാടമ്പി ആശാനെ ഒന്ന് കണ്ടു നോക്കുക. ആശാനെ സംഗീതാധ്യാപകനായിട്ടുണ്ട്. അതെ, അവിടെ ഉണ്ട് ആശാനായിട്ടാണ് അദ്ദേഹം ഉണ്ട് അവിടെ. ആശാനെ ഒന്ന് കണ്ടു നോക്കുക, ഇത് എന്താ ഞാൻ വേണ്ടത്, എന്താ സംഗതി അത്യാവശ്യം എന്ന് ചോദിക്കുക. എന്നിട്ട് പഠിച്ചാൽ നേരെയാവില്ല എന്നാണ് പറയണത് വെച്ചാൽ പതിവ് പോവാലോ, വല്ല ടൈപ്പ് റൈറ്റിംഗ് പോയി കൂടെ പഠിച്ചുകൂടെ എന്നൊക്കെയാണ് ആശാൻ്റെ ചോദ്യങ്ങൾ. അങ്ങനെ പലതും ചോദിക്കും. ആശാൻ നമ്മളെങ്ങനെ നല്ലോണം ആ കൊട്ടാൻ വേണ്ടിയിട്ടുള്ള ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അന്ന് മാടമ്പേശാനോട് ചോദിക്കേണ്ടൊക്കെ ആയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ചുക്കളുടെ അടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. ചുക്കളുടെ അടുത്ത് കൊണ്ട് അവിടെ കൊണ്ടുപോകുമ്പോൾ ആശാനും മന്നാടിയാരാശാനും കൂടിയിട്ട് റൂമിൽ നിന്നുള്ള സംസാരമാണ്. എവിടെ എത്തി തൻ്റെ നമ്പൂരിയുടെ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ അയാൾ നമ്പൂരിയല്ലേ, അടിക്കാൻ വയ്യ. അടി ആശാൻ്റെ കയ്യിൽ അതേ ഉള്ളൂ, പക്ഷെ എനിക്ക് കിട്ടുകഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ദേഷ്യപ്പെട്ടിട്ടും ചീത്ത പറഞ്ഞിട്ടും ഇങ്ങനെ കൊണ്ടിടക്കുകയാണ്. അടിക്കാനും വയ്യാച്ചിട്ടാണ്. പഠിക്കണമൊക്കെ ഉണ്ടോ, കുഴപ്പമൊന്നുമില്ല, എന്നാലും ഞാൻ അങ്ങനെ കൊണ്ടിടക്കുകയാണ്. അപ്പം അന്ന് ആശാൻ പറഞ്ഞിരുന്നു, എനിക്കിനി പറ്റില്ല, ഞാൻ മന്നാടിയോരോടൊന്ന് ചോദിച്ചു നോക്കട്ടെ, അയാൾക്ക് പറ്റിച്ചായിക്കോട്ടെ, അല്ല എനിക്കിനി സാധ്യമല്ല എന്നൊക്കെ പറഞ്ഞതാണ്. കൈയൊഴിയാന്നുള്ളത് എന്നോട് അങ്ങനെയൊക്കെ പറയണേ. പക്ഷേ ഇവർ തമ്മിലുള്ള സംസാരങ്ങൾ കേട്ടപ്പോൾ തീരുമാനമായി അതല്ല. അപ്പോൾ നമ്മളെ ചാട്ടം കയറിക്കാനുള്ള പരിപാടി സന്തോഷമായി എന്ന് മടങ്ങും ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ വിഴലൊക്കെ ഈ ഇങ്ങനെ എന്താ പറയുക പഴക്കലൊക്കെ ഉണ്ടായത്. ഒരു പ്രാവശ്യം തായമ്പകയുടെ അവസാനത്തെ അങ്ങനെ അവസാനം കൊട്ടണ ആ സാധനം ഗണപതി കൈമാരി കൊട്ടണ ആ കൊട്ടണത് അങ്ങോട്ട് പഴിച്ചപ്പോൾ ദേഷ്യപ്പെട്ടു പരിഭ്രമായി, ഒന്നും വരാണ്ടായി. പിന്നെ ഒന്നും കൊട്ടാൻ ശരിയാണ്ടായി തുടങ്ങി. അപ്പോൾ അത് ആശാൻ പിന്നെ അവസാനം അവിടെ നിന്നാണ് നീട്ടു, ചെണ്ടക്കോലോട്ട് തോളത്തും തോട്ടയമ്പിലും അതങ്ങോട്ട് ഉറക്കെ അങ്ങോട്ട് അമർത്തിയാണ്ട് കൊട്ടിയുണ്ട്. അത് ശരി. പിന്നെ ഞാനതവിടെ കൊട്ടിയില്ലേ എന്താ ഒന്നും നിശ്ചയമില്ല. പിന്നത്തെ കാര്യമൊന്നും ഓർമ്മയില്ല. ബെല്ലടിച്ചു, ക്ലാസ് കഴിഞ്ഞു, ഞാനങ്ങനെ അവിടുന്ന് തിരിച്ച് റൂമിലേക്ക് പോന്നു. അന്ന്
എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് ആദ്യത്തെ ശിക്ഷയാണ് കിട്ടുന്നത്. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ അങ്ങനത്തെ അതാണ് ആശാന്റെ ഒരു ശിക്ഷ അതന്നെ കിട്ടിയിട്ടുള്ളൂ. പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള ശിക്ഷ പിന്നെ അവിടുന്ന് അങ്ങോട്ടൊന്നും ഈ 2-3 ആഴ്ചത്തെ ഈ അഭ്യാസം, അതായത് തായമ്പകയുടെ ഒരു സ്ട്രക്ചർ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ കളരിയിലേക്ക് പോകാൻ തുടങ്ങിയോ? എങ്ങനെയാ? ഇല്ല, പിന്നെ പുറപ്പാടും മേളപ്പതൊക്കെ ഉണ്ടല്ലോ. പിന്നീടും അങ്ങനെ തന്നെ. അതും ഒറ്റയ്ക്ക് പഠിച്ചത്? അതെ ഒറ്റയ്ക്ക് തന്നെയാണ് പഠിച്ചത്. അത് ശരി. ഇതേപോലെ സെപ്പറേറ്റ് ക്ലാസ് ആയി? അതെ. അത് കഴിഞ്ഞതിന് ശേഷമാണ് കളരിയിൽ, പിന്നെ കളരിയിൽ ഒരുമിച്ചായി. പട്ടംവെച്ച് കലാശങ്ങള്, ഇടക്കലാശം, തോങ്കാരം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നടിയാരാശാനാവും ചിലപ്പോൾ ക്ലാസ്സിന്, ചിലപ്പോൾ അച്ചുണലാശാനാവും ക്ലാസ്സിന് മാറി മാറി. അച്ചുണലാശാൻ ചിലപ്പോൾ ഈ ചൊല്ലിയാട്ടത്തിന്റെ ആ ഭാഗത്തേക്കൊക്കെ അങ്ങോട്ടൊക്കെ പോകും. അപ്പോൾ നടിയാരാശാൻ്റെ ക്ലാസ് എടുക്കുന്നുണ്ടാവും. ഈ സമയത്ത് കൃഷ്ണകുട്ടിപ്പാളാശാൻ അവിടെ ഉണ്ടോ? കൃഷ്ണകുട്ടിപ്പാളാശാൻ ഇല്ല. ഞാൻ അവിടെ 2 കൊല്ലം ഉണ്ടായിട്ടുള്ളൂ. അത് 2ാമത്തെ കൊല്ലം കഴിഞ്ഞ മൂന്നാമത്തെ കൊല്ലം സ്റ്റൈപ്പൻഡ് കിട്ടാത്തൊരവസ്ഥയിലെത്തിയപ്പോൾ തൽക്കാലം നിവൃത്തില്ല എന്നിട്ട് അവിടുന്ന് പോരുകയാണ്. 2 കൊല്ലമേ പഠിച്ചിട്ടുള്ളൂ. 2ാമത്തെ കൊല്ലമാണ് അരങ്ങേറ്റമൊക്കെ. അത് ശരി. ആദ്യത്തെ കൊല്ലം അരങ്ങേറ്റമൊന്നുമില്ല. അന്ന് ആ കാലത്ത് ഡിപ്ലോമ കോഴ്സല്ലേ. അപ്പോൾ 2 കൊല്ലം 2ാമത്തെ കൊല്ലം അരങ്ങേറ്റം കഴിയും. ഈ തായമ്പക പഠിച്ചിട്ട് തായമ്പകയുടെ ഒരു അരങ്ങേറ്റം അങ്ങനെ എന്തെങ്കിലും? തായമ്പകയുടെ അരങ്ങേറ്റം ഉണ്ടായി. അത് അവിടെ തന്നെ മറ്റേ പുലാശ്ശേരി അമ്പലത്തിൽ വെച്ചിട്ട്, ഇല്ലത്തെ അയ്യപ്പൻകാവിൽ വെച്ചിട്ട് തന്നെ ഉണ്ടായത്. അന്ന് വട്ടം പിടിക്കാനൊക്കെ ഓർമ്മ ഉണ്ടോ ആരാ ഉണ്ടായെന്നുള്ളത്? പക്ഷേ ഈ ഇതിന് വന്ന ആൾക്കാരാവും അല്ലേ ഉത്സവത്തിന് ഒന്ന് തിരുവപ്പുറം ശങ്കുണിപ്പാളാശാൻ തന്നെ ഉണ്ടാവും. അങ്ങേപ്പുറത്ത് ആരാ വട്ടം പിടിച്ചിരുന്നത്? ഈ ശങ്കുണിപ്പാളാശാൻ ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹമാണല്ലോ ഇത് തുടങ്ങി വെച്ചത് ഗണപതി. അപ്പൊ ഈ തായമ്പ കണ്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ വല്ല അഭിപ്രായം പറയലോ വെച്ചാൽ നേരെ ചെയ്യുന്നു അങ്ങനെ ഒരു മനസ്സ് തുറന്നിട്ടുള്ള എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അന്ന്? അങ്ങനെയൊന്നും ഇപ്പൊ അല്ലേ ഓർമ്മയില്ല. അല്ല, ചിലപ്പോൾ എന്താ അറിയോ, നമ്മൾ തുടങ്ങി വെച്ച ഒരാൾ അവിടെ പോയി തായമ്പ അഭ്യസിച്ച് വന്നിട്ട് കൊട്ടി എന്നുള്ള എൻ്റെ ഒരു സന്തോഷം ചിലപ്പോൾ ഉള്ളിലുണ്ടായിരിക്കാം. എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല. അത് കഴിഞ്ഞിട്ട് തായമ്പയ്ക്ക് അദ്ദേഹം ഏൽപ്പിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഓ അല്ലേ? പിന്നെയും തായമ്പ ഹോട്ടലുണ്ടായോ? പിന്നെ തായമ്പ ധാരാളം ആ കാലത്ത് കൊട്ടിയിട്ടുണ്ട്. ഓ അത് ശരി. അപ്പോൾ ഇത് പിന്നെ കുറച്ചും കൂടിയും എന്താ നന്നാക്കി എടുക്കല് തായമ്പ അച്ചുണിപ്പാളാശാൻ പഠിപ്പിച്ച ആ സ്ട്രക്ചറിൽ നിന്ന് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്തിട്ടുള്ള വേറെ ആരുടെയെങ്കിലും കീഴിൽ തായമ്പകായിട്ട് ഉണ്ടായോ? ഉണ്ടായിട്ടുണ്ട്. അത് കലാമണ്ഡലത്തിൽ പോകുന്നതിന് ശേഷമാണ്. അതെ. അപ്പോൾ കലാമണ്ഡലത്തിൽ ഇപ്പോൾ ഈ തായമ്പകടത് കഴിഞ്ഞു, പിന്നെ ചൊല്ലിയാട്ട കളരിയിൽ കുറേശ്ശെ പോകാൻ തുടങ്ങി. ചൊല്ലിയാട്ട് പുറപ്പാട് അതിന്റെ അരങ്ങേറ്റം ഉണ്ടായില്ലേ അവിടെ വെച്ചിട്ട്? അതിന്റെ ഉണ്ടായിട്ടുണ്ട് അല്ലേ? അത് കലാമണ്ഡലത്തിൽ വെച്ചിട്ടുണ്ട്? അല്ല, അത് ഗുരുവായൂർ കഥകളിക്കാണ്ടായത്. അത് ശരി. ഗുരുവായൂർ ഉത്സവ കളിക്കാണ്ടായി. അതിനൊരു കാരണം ഉണ്ടായി. ഗുരുവായൂർ ഉത്സവ കളിക്ക് ഉണ്ടാവാനൊരു കാരണം ഉണ്ടായി. ആദ്യം മറ്റേ ഈ ഇവിടുത്തെ കഥ പറയാം. തായമ്പക അരങ്ങേറ്റം. അത് ആശാന്റെ ഒരു ഉത്സാഹത്തിൽ തന്നെ അച്ചുണ്ണി മറ്റേ എന്താ പറയാ ശങ്കുണിപ്പാളാശാന്റെ ഒരു ഉത്സാഹത്തിൽ തന്നെ തോന്നുന്നുണ്ട്. പ്രാശീരി വെച്ചിട്ട് തന്നെ അങ്ങനെ ആവാന്നുള്ളൊരു താല്പര്യം ഉണ്ടായത്. അന്ന് കോട്ടക്കീസരിന്റെ കളിയുണ്ട്. അപ്പോൾ അത് നാട്ടുകാർ സംഘടിപ്പിച്ചതാണ്. കോട്ടക്കീസരിന്റെ കളിയുണ്ട്. അപ്പോൾ അതിന് കുട്ടനാരാശാനം വന്നിട്ടുണ്ട്, വേർപ്പാൾ, പിന്നെ അവിടുന്ന് എല്ലാവരും വന്നിട്ടുണ്ട്. അച്ചുനാരാശാനം വന്നിട്ടുണ്ട്, കൃഷ്ണകുട്ടിയാശാൻ, അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ. അപ്പം എന്നാൽ അവിടെ വെച്ചിട്ട് അരങ്ങേറ്റാവാം നിരീക്ഷിച്ചിട്ട് അന്ന് അങ്ങനെ അരങ്ങേറ്റം ഉണ്ടാവുകയുണ്ട്. എൻ്റെ തായമ്പക കഴിഞ്ഞതിന് ശേഷം അച്ചുണ്ണിപ്പാളാശാൻ്റെ തായമ്പക ഉണ്ടായി. ഞാൻ അന്നാണ് ആശാൻ്റെ തായമ്പക നേരിട്ട് കാണുന്നത്. അപ്പോൾ ഈ തായമ്പക ആശാൻ ഇരുന്ന് കാണും ചെയ്തു, അച്ചുണ്ണിപ്പാളാശാൻ ഇരുന്ന് കാണും ചെയ്തു. ഉണ്ടാവും അല്ലേ? ഉണ്ടാവണല്ലോ, അവിടെ ഉണ്ടല്ലോ. അതെ. ഞാൻ അന്ന് അരങ്ങേറ്റത്തിന് നിൽക്കുമ്പോൾ എനിക്കോ കാണാനില്ല ആരൊക്കെയാണോ നിൽക്കണമെന്നോ എന്താ കഥാന്നോ. എല്ലാവർക്കും ദക്ഷിണയൊക്കെ കൊടുത്ത് കഴിഞ്ഞ് തായമ്പ തുടങ്ങി. തായമ്പ ഒരു വിധം വൃത്തിയായിട്ട് കൊട്ടിയതാണ് മനസ്സിലുണ്ട്. അതെ. അത് കഴിഞ്ഞിട്ട് അച്ചുണ്ണിപ്പാളാശാൻ്റെ കേമായുള്ള തായമ്പക, വളരെ കേമായുള്ള തായമ്പക. ഞാൻ അന്നാണ് ആശാൻ്റെ തായമ്പക ആദ്യമായിട്ട് കാണുന്നത്. അത് അതിന് ശേഷം പിന്നെ കളി തുടങ്ങി കുട്ടന്മാരാശാൻ്റെയും മറ്റേ പൂക്കാട്ടിരി വരപ്പാൾ മേളപ്പതൊക്കെ ഉണ്ടായി എന്നാണ് ഓർമ്മ. നമ്പിച്ചോട്ടിച്ചാനോ അച്ചുനാരാശാനോ അങ്ങനെയൊക്കെ. അതെ, അങ്ങനെയൊക്കെയാണെന്നാണ് എൻ്റെ ഒരു സാമാന്യന ഓർമ്മ. അത് കഴിഞ്ഞതിന് ശേഷം നമ്പീശാശാൻ മദ്രാസിലെങ്ങാണ്ട് പോയപ്പോൾ അദ്ദേഹത്തിന് കാറിന് എന്തോ ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി. അപ്പോൾ രണ്ട് മൂന്ന് മാസമായിട്ട് പാട്ടൊന്നും പാടാതിരിക്കുകയായിരുന്നു. അദ്ദേഹം പ്രിൻസിപ്പാളാണോ അവിടെ? അന്ന് അദ്ദേഹം പ്രിൻസിപ്പാളാണ്. പാടാതിരിക്കുകയായിരുന്നു. ആ പാടാതിരിക്കുമ്പോഴാണ് ഈ ഗുരുവായൂർ ഉത്സവത്തിൻ്റെ കളി വന്നപ്പോൾ അദ്ദേഹം ഡോക്ടറോട് ചോദിച്ചു, ഞാൻ ഉത്സവത്തിനൊന്ന് പാടിക്കോട്ടെ, 12 മണിയുടെ മുമ്പേ പാട്ട് നിർത്തണം, അങ്ങനെ വെച്ചാൽ പാടാം. ഈ കഥയൊന്നും നമുക്കറിയില്ല. എങ്ങനെയും അവിടെ വെച്ചിട്ട് അരങ്ങേറ്റം ആവാം എന്ന് പറഞ്ഞല്ലോ ആശാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ എന്നാൽ
അതിന് റിഹേഴ്സലുകൾ തുടങ്ങി. വേണുക്കുട്ടനാണ് മദ്രത്തിന് അന്ന് റിഹേഴ്സലുണ്ടായിരുന്നത്. പിന്നെ ഒരു വാരുണ്ടായിരുന്നു നമ്മുടെ കോതറ രവീന്ദ്രൻ. രവീന്ദ്രനാണ് പിന്നെ രവീന്ദ്രൻ്റെ കൂടാരാ പാടിയായിരുന്നു എനിക്ക് ഓർമ്മ തോന്നുന്നില്ല. അങ്ങനെയല്ല, അങ്ങനെ അവരായിരുന്നു എനിക്ക് പാടാനും. അങ്ങനെയാണ് റിഹേഴ്സലുകളൊക്കെ കഴിഞ്ഞ് അങ്ങനെ മനസ്സിനൊക്കെ ഒരു ധൈര്യമായിട്ട് അങ്ങ് ചിട്ടപ്പെടുത്ത് ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് അച്ചുളാശാൻ പറഞ്ഞ മറ്റേ നമ്പീശ എല്ലാവർക്കും ഉണ്ടൊന്നും ഓണപ്പട കൊടുക്കാൻ അന്ന് സാമ്പത്തികം ഇല്ല. രണ്ടാമത്തെ കൊല്ലം ഇല്ല സ്റ്റൈപ്പൻ്റെ. അതിൻ്റെ ഇടയിൽ വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ആദ്യത്തെ കൊല്ലം തന്നെ ഭക്ഷണത്തിൻ്റെ ഇടയിൽ നിന്ന് കോയിന്നംകുട്ടിയാരെ നീപ്പിക്കുകയൊക്കെ ഉണ്ടെന്ന് കോയിന്നംകുട്ടിയാരാ മെസ്സ് മാനേജർ. നീ ഭക്ഷണം അല്ല കാശ് 2-3 മാസം കാശ് കൊടുക്കാഞ്ഞാൽ പിന്നെ അവിടെ പറയില്ലേ. അത് നമ്പീശാശാനാണ് എന്നിട്ട് അതിൽ ഇടപെട്ടിട്ട് ആ കാശ് കൊടുക്കലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഒരു കഥ ഉണ്ട്. ഞാൻ ആശാൻ്റെ ഒരു പുസ്തകത്തിലേക്ക് എഴുതണം എന്ന് പറഞ്ഞിട്ട് ഞാനത് എഴുതിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഒരു ഇത് എഴുതണം കൊടുത്തു. അങ്ങനെയാണ്. എന്നിട്ട് പിന്നെ പുറത്തുനിന്ന് പോയിട്ട് കോഴിയാമ്പറമ്പിൽ ഇമ്രാന്തിൻ്റെ അവിടെ ഭക്ഷണം കഴിക്കാൻ പോകും. എന്നാൽ വേറൊന്നുമില്ല, കാശായിട്ട് കൊടുക്കുക. അന്ന് എൻ്റെ മറ്റേ അമ്മാമ്മൻ്റെ മകൻ ഒരാളുണ്ടായിരുന്നു, പാട്ട് ഒരു നീലാണ്ടൻ. അയാൾ 2 കൊല്ലം തന്നെ പഠിച്ചുള്ളൂ, പിന്നെ അയാൾ പഠിച്ചില്ല. അയാൾക്ക് കാശായിട്ട് അയാൾ കൊണ്ടുവന്ന് കൊടുക്കും. ഞാനില്ലെന്ന് അരി അന്നിപ്പോൾ ഈ ഇവിടെ കൂലി കൊടുക്കാനൊന്നും കാശില്ല. അപ്പോൾ ഒക്കെ ഈ നെല്ല് കൊടുക്കില്ല, ബാക്കി ആ കാലഘട്ടം അങ്ങനെയാണ്. അപ്പോൾ മറ്റേ അരി ഉണ്ടാവും, അത് അമ്മോട് ചോദിച്ചാൽ കിട്ടും. അപ്പോൾ ബാഗ് നിറച്ച അരി കൊണ്ടുവന്നിട്ട് ബ്രാന്തിലിട്ട് കൊണ്ടേ കൊടുക്കും. ഇയാൾ ബാക്കിയുള്ള ഇനി വെള്ളത്തിൽ ജില്ലാനും കൊടുക്കും. അങ്ങനെയായിരുന്നു രണ്ടാമത്തെ കൊല്ലം കുറേ കാലം ഉണ്ടായിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വീടൊക്കെ വാടകയ്ക്ക് എടുത്തിട്ട് ഞാൻ മറ്റേ ഏഴിക്കോട് ഹരി, ജോണ്, പിന്നെ ഈ നീലാണ്ടൻ, പരിയാനംപറ്റ ദിവാകരൻ, അങ്ങനെയൊക്കെ പാടെ കൂട്ടിയിട്ട് ഒരു വീടൊക്കെ എടുത്തിട്ട് അങ്ങനെയും. അപ്പോൾ നമുക്ക് കാശ് കൊടുക്കേണ്ടി ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയാണ് രണ്ടാമത്തെ കൊല്ലം എങ്ങനെയൊക്കെയോ പാടെ കൂടി ഒപ്പിച്ചുണ്ടാക്കിയത്. അപ്പോൾ ഈ അരങ്ങേറ്റത്തിൻ്റെ അവിടേക്ക് വീണ്ടും വന്നാൽ അത് ശരിയാ, അത് പറഞ്ഞു. അപ്പോൾ അരങ്ങേറ്റത്തിലേക്ക് അവിടേക്ക് വന്ന് അപ്പോൾ അങ്ങനെ റിഹേഴ്സലൊക്കെ ചെയ്ത് റെഡിയാക്കിയിട്ട് വെച്ചിരിക്കുകയായിരുന്നു. അവനോടൊരു മുണ്ട് ആശാന് കൊണ്ടേ കൊടുത്താൽ തിരക്കില്ല, കൊടുക്കണം എന്ന് അച്ചുണ്ടാശാൻ പറഞ്ഞു. അതെ. അപ്പോൾ തലേ ദിവസം തന്നെ കൊണ്ടേ കൊടുത്തോളൂ. ഞാൻ എന്നിട്ട് തലേ ദിവസം തന്നെ ആശാന് മുണ്ടും. അപ്പോൾ മുമ്പത്തിരി കാശ് കടണ്ട അദ്ദേഹം തന്നിട്ടുണ്ട് മെസ്സിലേക്ക്. ആ കാശും ഉണ്ടായിരുന്നില്ല, വെച്ച് അത് അവിടെ കൊണ്ടേ കൊടുത്തു. അനുഗ്രഹിച്ചു, നന്നായി സന്തോഷമായി. ആ കാശും കിടന്ന് തരും ചെയ്തു, കാശൊന്നും മേടിച്ചില്ല. നന്നായി, നാളെ പാടാ ഞാനാ വരണേ. നന്നായി. ഇപ്പം എൻ്റെ കാക്കളുള്ള ഗ്യാസ് മുഴുവൻ പോയി. എന്താ വേണ്ടത് ശരിയാടേ, എന്തിപ്പോൾ ചെയ്യാന്ന് പറഞ്ഞു. ആച്ചുള്ളാശാ പേടിപ്പിക്കും ചെയ്തു, മത്സരത്തിക്കോളുണ്ടോ പറയും ചെയ്തു. പക്ഷേ ഞാൻ എനിക്ക് നോക്കിയാൽ കാണുന്ന അകലത്തിൽ ആശ ഉണ്ടായിരുന്നുണ്ട്, അത് വേറെ കാര്യം. എങ്ങനെയാലും വൈകുന്നേരമായി ഗുരുവായൂർ. അതിൻ്റെ മുമ്പേ പത്മാ സുബ്രഹ്മണ്യത്തിൻ്റെ ഡാൻസായിരുന്നു ഉത്സവക്കാരുടെ. ആ സത്ര ഹാളിൻ്റെ അവിടെയാണ് പിന്നെ സ്റ്റേജ്. ഗുരുവായൂർ നട വരെ ആൾക്കാരാണ്, നിറഞ്ഞ ആൾക്കാർ. അത്ര ആൾക്കാരാണ്. അവിടെയാണ് ഈ പത്മാസുഭദ്രൻ്റെ ഡാൻസ് കഴിഞ്ഞിട്ട് ഇവരാരും നീട്ടു പോയിട്ടുമില്ല. അവിടെയാണ് അപ്പോൾ ഈ അരങ്ങേറ്റം നടക്കുന്ന സംഭവം നടക്കുന്നത്. ഞാൻ അരങ്ങത്ത് വന്ന് ഇവർക്കൊക്കെ ദക്ഷിണ കൊടുക്കലൊക്കെ കഴിഞ്ഞു, ആശാമാർക്കൊക്കെ ദക്ഷിണ കൊടുക്കൽ കഴിഞ്ഞു. പിന്നെ എല്ലാമൊക്കെ കഴിഞ്ഞ് വന്നു, വന്ദന ശ്ലോകം ചൊല്ലി കഴിയുമ്പോഴേക്കും ചണ്ടിയും കൊണ്ട് അവിടെ വന്നു. ആ മറ്റേ ഇതും കൂടി നീക്കിയിട്ടും ഒന്നേ നോക്കിയുള്ളൂ അരങ്ങത്തൊക്കെ. പിന്നെ അങ്ങോട്ട് നോക്കാൻ വയ്യണ്ട്, അത്ര ജനാണ് ഈ പോയത്. അവിടെ പോയി. പിന്നെ അങ്ങോട്ട് എവിടേക്കും നോക്കിയില്ല, കൊടുത്തു തുടങ്ങി. വേണുകൂട്ടനാണ് അന്ന്. അതെ, മദ്ദളം നമ്പിശാശാൻ പാട്ട്. അപ്പം എന്നാൽ കൂടെ പാടാൻ ഗംഗാരാജാനും. അത് ശരി. ഓ, അപ്പം നമ്പിശാശാനും ഗംഗാരാജാനാണ്. വലിയൊരു അനുഭവം തന്നെയാണ്, വലിയൊരു അനുഭവം, വലിയൊരു ഭാഗ്യം. അതിനുള്ളൊരു ചെറിയൊരു കുഴപ്പം എന്താ ചോദിച്ചാൽ, അത് ഒന്ന് ഫോട്ടോ എടുത്ത് വെക്കാനോ അതെ അതിനൊന്നും യാതൊരു സൗകര്യമില്ല. ആ പരമഭാഗ്യം അതിപ്പോഴും മനസ്സിലുണ്ട്. അതിൻ്റെ ഒരു ഫോട്ടോ ഉണ്ടെന്ന് വെച്ചാൽ വേറൊന്നുമില്ല. വേഷമൊക്കെ കുട്ടികൾ ആരാണെന്നൊന്നും ഓർമ്മ തോന്നുന്നില്ല. അങ്ങനെയാണ് മറ്റേ ഇതിൻ്റെ കഥകളി അതിൻ്റെ അരങ്ങേറ്റം ഉണ്ടായത്. പാട്ടിൻ്റെ അരങ്ങേറ്റം ഉണ്ടായിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും പിന്നെ അടുത്ത അതിൽ ചൊല്ലിയാട്ട കളരിയിലേക്ക് പതുക്കെ
ചൊല്ലിയാട്ട കളരിയിലേക്ക് വരാൻ തുടങ്ങി, പുറപ്പാട മേളപ്പം, പിന്നെ ഈ വൈകുന്നേരങ്ങളിൽ മറ്റേ വിജയാശാൻ്റെ കളരിയോ അന്നങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് തരാവുക, കുറേശ്ശെ ചെറിയ കുട്ടിത്തരം വേഷങ്ങളൊക്കെ ഉള്ളത്, ലവണാസുരം, ലവൻകുശന്മാർ അങ്ങനെ തുടങ്ങിയില്ലേ, അതിനൊക്കെ കുറേശ്ശെ കൊട്ടാനുള്ള ഒരു ചാൻസൊക്കെ അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. 2 കൊല്ലമാണോ അപ്പോൾ അവിടെ കലാമണ്ഡലത്തിൽ? അത് 3 കൊല്ലം ഉണ്ടായി. 2 കൊല്ലം കഴിഞ്ഞപ്പോഴും പിന്നെ സ്റ്റൈപ്പൻഡ് കിട്ടാണ്ടായി, കിട്ടില്ല തീരുമാനമായി. അപ്പോൾ ഇത് കൊണ്ടു നടക്കാൻ ബുദ്ധിമുട്ടായി തുടങ്ങി. ഇല്ലത്ത് സാമ്പത്തികമില്ല. ഇപ്പോൾ നെല്ലോ അരിയോ അവിടെ ഇപ്പോൾ മറ്റേ ആശാൻ ചാക്യാരാശാൻ അവിടെ വന്ന് കണ്ടപ്പോൾ അവിടുത്തെ ഒരു അവസ്ഥ എന്താ വെച്ചാൽ 3-4 പണിക്കാർ പുറത്തുണ്ട്, എത്ത് ഇരിക്കന്മാരുണ്ട്. അന്നൊരു ഓണക്കാലത്തെ ഇറന്നപ്പോൾ കൊല അങ്ങനെ കെട്ടി തൂക്കിയിട്ടുണ്ട്. അവിടെ രാജകീയമായുള്ള പ്രൗഢിയല്ലേ. അപ്പോൾ അതാണ് ആശാൻ്റെ ആശാൻ്റെ മനസ്സിൽ ആ തരത്തിലുള്ള വിദ്യകളാണല്ലോ. അപ്പോൾ ആശാനും അതെ മറ്റേ അച്ഛനായിട്ട് നല്ല താല്പര്യം. അപ്പോൾ ഇടയ്ക്ക് അവിടെ വന്ന് കൂടും. എന്നാ പരിചരണമൊക്കെ ഞങ്ങൾ വേണേനി, എന്നിട്ട് സംസ്കൃതത്തിലെ ശ്ലോകം ചൊല്ലിക്കുക, അതൊക്കെയാണ് പണി. അന്നത്തെ പണികൾ അതൊക്കെയാണ്. അതൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിൽ മുഴുവൻ അതാണ്. അത് വെച്ചിട്ടാണ് ഈ പറയുന്നത്. അതെ, പക്ഷേ അന്ന് സാമ്പത്തികമില്ല, കാശില്ല. തന്ത്രത്തിന് പോയാൽ കിട്ടുന്ന വരുമാനം മാത്രമേ ഉള്ളൂ. തന്ത്രത്തിനൊന്നും അന്ന് ഒന്നും കിട്ടാനില്ല. വലിയ ഏട്ടൻ എഞ്ചിനീയറിങ്ങിന് പഠിക്കുകയാണ്, ചെറിയ ഏട്ടനും പഠിത്തം കഴിഞ്ഞിട്ട് ITIയിൽ ഒറ്റ പഠിക്കുകയാണ്. അതിൻ്റെ ചിലവ് അങ്ങനെ. അതെ, ഓപ്പിള് കോളേജ് പഠിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും പഠിക്കുകയാണ്, ഞാനും സ്കൂളിൽ പഠിക്കുകയാണ്. അപ്പോൾ ഒക്കെ ചിലവുണ്ട്, നല്ല ചിലവുണ്ട്. അപ്പോൾ സ്റ്റൈപ്പൻഡ് ഇല്ലാതെ വലിയൊരു ബുദ്ധിമുട്ട്, അത് വല്ലാത്ത ബുദ്ധിമുട്ടായി. അപ്പോൾ നിന്ന് പൊറുക്കാൻ വയ്യാത്ത തുടങ്ങി. അപ്പോൾ ഈ കൂടുതലുള്ള ആൾക്കാരുടെ ഒക്കെ ഇതൊക്കെ കടം മേടിച്ചിട്ട്, ഇപ്പോൾ രാധാകൃഷ്ണൻ്റെ ചെയിനൊക്കെ പണയം വെച്ചിട്ടൊക്കെയാണ് പലപ്പോഴും മെസ്സിലെ കാശിൽ കൊടുത്തുന്നത്. അത് ശരി. അങ്ങനെയൊക്കെയാണ് കാലഘട്ടം. അങ്ങനെയാണ്. ഒരു ശങ്കർ എന്ന് പറഞ്ഞിട്ടൊരു ഫോറിൻ ഒരു യുദ്ധം ഉണ്ടായിരുന്നു, അയാളുടെ നിന്നൊക്കെ കടം മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കത് അയാൾക്ക് കാശ് തിരിച്ചു കൊടുക്കാൻ എനിക്ക് മുഴുവൻ പറ്റിയില്ല എന്നുള്ളൊരു ഖേദം എപ്പോഴും മനസ്സിലുണ്ട്. എന്താ ചെയ്യാന്ന് ഓർത്തില്ല. പിന്നെ അയാൾ കാണാനോ അതിനുള്ളൊരു സൗകര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ ആളെന്നെ ജീവിച്ചിരിപ്പില്ല എന്നാണ് അറിവ്. അപ്പോൾ അവിടുന്ന് പിന്നെന്താ വേറെ ഇല്ല, 3-ാം കൊല്ലം ഉണ്ടായില്ല. 3-ാം കൊല്ലം അപ്പം എന്നാ പിന്നെ പഠനം തുടരാൻ എന്താ വഴി എന്നാലോചിച്ചപ്പോൾ എന്നാൽ കോട്ടയ്ക്കൽ അടുത്തടുത്ത് അവിടെ അടുത്തൊരു അമ്പലമുണ്ട്, അമ്പലത്തിൽ ശാന്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവരെയൊക്കെ സഹായിച്ചാൽ എന്തെങ്കിലുമൊക്കെ ചില സൗകര്യങ്ങളൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെ കണക്കാക്കി ശേഖരനെ കണ്ടു. ചന്ദ്രശേഖര വാര്യർ. അദ്ദേഹം ഇല്ലത്തെ അടുക്കാണ് വാര്യ, നടുവട്ടത്താണ്. ഞങ്ങൾ കൊപ്പത്താണുള്ളത്. അതെ. അപ്പോൾ കണ്ടു. എല്ലാവരും അറിയണ ആൾക്കാരാണ് ഇനി, അച്ഛനും എല്ലാവരും വീട്ടും അറിയണ ആൾക്കാരാണ് ഇനി. അതിപ്പോൾ കൃഷ്ണൻകുട്ടിയാശാനും അതെ. കൃഷ്ണൻകുട്ടിയാശാൻ അവിടുത്തെ ഞങ്ങൾ ജമ്മിയും കൃഷ്ണൻകുട്ടിയാശാൻ അവിടുത്തെ അടിയനാണ് കരിയന്നൂരെ. ശരി. പക്ഷെ അതൊന്നും ഇപ്പോൾ ഇവിടെ വിഷയമല്ല. പക്ഷെ ആ ഒരു പരിചയമുണ്ട്, വേറൊന്നുമില്ല. അങ്ങനെ എന്നാൽ അവിടെ വന്നിട്ടായിട്ട് അങ്ങനെ ആവാം. ഇന്ന് മാത്രമല്ല, വേറൊരു കാര്യം എന്താ വെച്ചാൽ അവിടെ ഈ 6 മാസം 7 മാസം കഴിഞ്ഞാൽ ക്ലാസ്സുകൾ കഴിയും. പിന്നെ ഈ അവിടെ നിന്നോളന്നില്ല. കലാമണ്ഡലത്തിൽ വെച്ചാൽ അങ്ങനെയല്ല, 10 ദിവസം 10 മാസം അവിടെ ഉണ്ടാവണം, അറ്റൻഡൻസ് വേണം. അങ്ങനെ പല സമയത്തൊക്കെ നമ്മൾ ഈ മെസ് ഫീ ഒക്കെ കൊടുക്കും വേണം. ഇവിടെ അത് വേണ്ട. അത് കഴിഞ്ഞാൽ പിന്നെ വേണമെങ്കിൽ പോരാ. അവിടുത്തെ കുട്ടികളെ പോരാൻ പറ്റില്ല. ഞങ്ങൾ പുറമേന്ന് വരുന്ന കുട്ടികൾ. അപ്പോൾ കുട്ടന്മാരാശാൻ അപ്പം എന്നോട് ഇതിൽ ചെന്ന് പറഞ്ഞപ്പോൾ കുട്ടന്മാരാശാൻ്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ ചേർന്നോളാൻ പറഞ്ഞു. എന്നിട്ട് ശേഖരേട്ടനെയും കൊണ്ടിട്ട് പോയി കുട്ടന്മാരാശാനെ കണ്ടു. ആശാനോട് വിവരങ്ങളൊക്കെ പറഞ്ഞു. ആശാൻ പറഞ്ഞു വന്നോളൂ പറഞ്ഞു. അങ്ങനെ കലാമണ്ഡലം വിട്ട് കോട്ടയ്ക്കൽ നാട്യസംഘത്തിൽ ചേർന്നു. അപ്പോൾ ഈ അടുത്തൊരു ശാന്തിയും അങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടായത്? അതൊന്നും ഉണ്ടായതുമില്ല. അപ്പോഴേക്കും ഓപ്പോൾക്ക് ഒരു സ്കൂളിലൊരു ജോലി കിട്ടി. അപ്പോൾ ഓപ്പോൾ ഒരു 100 റുപ്യ തരും, മാസം തരും. അച്ഛൻ്റെ പെർമിഷനോട് കൂടിയിട്ടാണ്. എന്നാലും വലിയ അച്ഛൻ തരുന്നില്ല എന്നാണ് അടിക്കുക അച്ഛൻ. എന്നിട്ട് അത് ഓപ്പോളാണ് തരിക. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ആ ഒരു കാലം, അവിടുത്തെ കാലം അങ്ങനെ. അവിടെ ആരൊക്കെയാ ഒപ്പം ചെണ്ടൊക്കെ ഉണ്ടായിരുന്നത് കോട്ടയ്ക്കൽ? അന്ന് ഉണ്ണികൃഷ്ണൻ തന്നെയാണ്. പിന്നെ മദ്ദളത്തിന് രവി, പാട്ടിന് നാരായണൻ, വേഷത്തിന് ഹരിദാസൻ, അങ്ങനെ തുടങ്ങിയിട്ടായിരുന്നു. അന്ന് നന്ദകുമാരൻ, ഒരു വേഷം ഒരു മാധവൻ നായരുടെ ആയിരുന്നു ഒരു സ്ത്രീവേഷം. അയാൾ പിന്നെ ഇവിടുന്ന് പോവുകയുണ്ടായിരുന്നു. അയാളെ നന്ദകുമാരൻ, മുരളി, പീഡി നമ്പൂരി, അങ്ങനെ അതായിരുന്നു ഞങ്ങളുടെ കൂട്ടുകെട്ട്. അതാണ് ഞങ്ങളുടെ കൂട്ടുകെട്ടുണ്ടായിരുന്നത്.
അവിടെ ഒരു മൂന്നാം കൊല്ലക്കാരൻ എന്നുള്ള നിലയ്ക്കാണോ ചെല്ലണത്? വെച്ചാൽ ഇവിടെ നിന്നുള്ള ഇത് വെച്ചിട്ട് അടുത്ത ലെവലിലേക്കാണോ അവിടെയും പഠിക്കാൻ തുടങ്ങിയത്? അതെ അതെ. അവിടെ നിന്നിപ്പോൾ ആശാൻ കുട്ടന്മാരാശാൻ കാര്യമായിട്ട് മറ്റേ തായമ്പകികളുടെ ഒരു കാനങ്ങളാണ്. അതിനെ കുറച്ചും കൂടിയൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു തന്നത്. കളരിയിൽ തന്നെ ഇരുന്നത്. ചൊല്ലിയാട്ട കളരിയിൽ ഉച്ച വരെയുള്ള ചൊല്ലിയാട്ട കളരി കൃഷ്ണൻകുട്ടിയാശാൻ്റെ ചൊല്ലിയാട്ട കളരി. അവിടെ ഈ മാധവൻ നായരും നന്ദകുമാരനും മുരളിയും ഒക്കെയാണ് ചൊല്ലിയാട്ടുണ്ടാവുക. അവിടെ പ്രധാനപ്പെട്ട കഥകളാണ് ചൊല്ലിയാട്ടുണ്ടാവുക. അപ്പം നമുക്ക് അവിടെ അവസരമില്ല. അത് ശരി. അവിടെ ഉണ്ണീഷൻ പോവും. അപ്പോൾ ഇവിടെ ക്ലാസ്സിന് ആരും ഉണ്ടാവില്ല. അപ്പം കുട്ടന്മാരാശാൻ്റെ കീഴിൽ അവിടെ പഠിക്കും. അവിടെ ഇരുന്ന ക്ലാസ് അങ്ങനെയാണ് പോകുന്നത്. ഉച്ച തിരിഞ്ഞിട്ട് ശേഖരൻ്റെ അതെ കളരിയാണ്. ശേഖരൻ്റെ കളരിയാണെന്ന് ചോദിച്ചാൽ കൊട്ടാന്തരാവും. എല്ലപ്പോഴും തരാവില്ല. നമുക്ക് മാറി മാറി നിന്നിട്ട് ഓരോരോ വർഷത്തിനോ അങ്ങനെയൊക്കെ ആയിട്ട്. അതാണ് എനിക്ക് കുറച്ചും കൂടി ഒരു കളരിയിലൊരു കൊട്ടിപ്പരിചയം ഉണ്ടായിക്കുന്നത് അവിടെയാണ്. കുറച്ചും കൂടി സാധിച്ചത്. എത്ര കാലം ഉണ്ടായി അവിടെ? ആ ഒരു കൊല്ലം ഏതാണ്ട് മുഴുവനാക്കി തന്നെ ഉണ്ടായില്ല. അത് ശരി. ആ ഒരു കൊല്ലം തന്നെ ഉണ്ടായുള്ളൂ. അത്രയൊക്കെ തന്നെ ഉണ്ടായുള്ളൂ അവിടെ. അതോട് കൂടിയിട്ട് ആശാന് വയ്യാണ്ടായി, കുട്ടന്മാരാശാന് വയ്യാണ്ടായി. അപ്പൊ കുട്ടന്മാരാശാന് വയ്യാണ്ടായി. അപ്പോൾ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഈ ഇപ്പോൾ 2 സ്ഥാപനങ്ങളിൽ പഠിച്ചല്ലോ, കലാമണ്ഡലത്തിലും പഠിച്ചു, PSVയിലും പഠിച്ചു. അപ്പോൾ അവിടുത്തെ ഈ അധ്യയനത്തിൻ്റെ അല്ലെങ്കിൽ അധ്യാപനത്തിൻ്റെ ഒരു വ്യത്യാസം, ഇപ്പോൾ കലാമണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ പുലർച്ചെ വളരെ നേരത്തെ ക്ലാസ് തുടങ്ങി രാത്രി ക്ലാസ്സിലൊക്കെ അവസാനിക്കുന്ന രീതിയിലാണ് അങ്ങനെയാണല്ലോ അവിടുത്തെ ഒരു ചിട്ട. അതുപോലെ തന്നെ നമുക്ക് സീനിയേഴ്സായിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ 2ാം കൊല്ലം 3ാം കൊല്ലം 4ാം കൊല്ലം ഒക്കെ ആയിട്ടുള്ള അല്ലെങ്കിൽ PGയുടെ ആളുകൾ ഒക്കെ വ്യത്യസ്ത പ്രായത്തിലുള്ള ആളുകളോട് നമുക്ക് സംവദിക്കാനും അവരുടെ നിന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു സാധ്യത കൂടുതൽ കലാമണ്ഡലത്തിലുണ്ട് എന്ന് പറയുന്നത് കേൾക്കാറുണ്ട്. നാട്യസംഘത്തിൽ അവിടെയായിട്ടുള്ള ആ ഒരു അധ്യയന രീതികളിൽ ഒരു വ്യത്യാസം തിരുമേനിക്ക് എങ്ങനെ തോന്നിയിട്ടുള്ളത്? ഇപ്പോൾ ഈ അവിടെയും ഇവിടെയും പഠിച്ചല്ലോ, അതുകൊണ്ട്. ശരിയാണ്. അവിടെ കലാമണ്ഡലത്തിലാവുമ്പോൾ കൂടുതൽ സീനിയർമാരായിട്ടുള്ള വിദ്യാർത്ഥികളോട് ചോദിക്കാനും സംവദിക്കാനൊക്കെ ഉള്ളൊരു സന്ദർഭമുണ്ട്. അത് മറ്റേ അതിനുള്ളൊരു സൗകര്യമുണ്ട്. എന്ന് മാത്രമല്ല രാത്രി ക്ലാസ് ഞാൻ ചെല്ലുമ്പോഴേക്കും രാത്രി ക്ലാസ് ഇല്ലാണ്ടേക്കുന്നു. അപ്പോൾ രാത്രി ഒരു ഇരുന്ന് ക്ലാസ് എന്ന് പറയുന്നൊരു പദ്ധതി എനിക്ക് 2 കൊല്ലം ഉണ്ടായിട്ടില്ല. പിന്നെ ആശാൻ അച്ചുണ്ണിപ്പോൾ ആശാൻ പറയുമ്പോൾ അതിൻ്റെ ഓരോരോ ഇപ്പോൾ പുറപ്പാടിൻ്റെ ഇന്ന സ്ഥലത്ത് അത് ഇന്ന എത്ര എണ്ണമാണ്, 10 എണ്ണമാണ്, അല്ലെങ്കിൽ ഓരോന്നിനും എത്ര എണ്ണ നീളം ഇന്നതാണ് കണക്ക്. തിയറി പോലെ തന്നെ ആശാൻ ആ വക കാര്യങ്ങൾ പലതും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വട്ടമ്പ ജലാശയമൊക്കെ മുമ്പേ സ്വാഭാവികമായിട്ട് കാല് നോക്കിയിട്ടാണ് എടുക്കുന്നത്. അതിനൊരു കൃത്യമായൊരു കണക്കുണ്ട്. കഥകളി ആവുമ്പോൾ അവരെന്താ കളിക്കണം വെച്ചാൽ കളിക്കണം. നേരെ കുറച്ച് പുറപ്പാടിന് നമ്മൾ കൊട്ടണതിനെ അവർ കളിച്ചോളണം തന്നെയാണ് ആശാന്റെ സിദ്ധാന്തം. അതിന് കൃത്യമായൊരു ചിട്ട ഉണ്ടാക്കിയത് ആശാനാണെന്നാണ് ഞാൻ മനസ്സിലാക്കി കണ്ടത്. അത് ഈ തായമ്പയ്ക്കും അതെ കേട്ടോ. തായമ്പകയുടെ പഠനത്തിന് ഒരു കൃത്യമായൊരു ചിട്ട ഉണ്ടാക്കിയത് ആശാൻ. അന്ന് ആ സാധാരണഗതിയിൽ മനമക്കാവ് സമ്പ്രദായം, പിന്നെ പാലക്കാടൻ സമ്പ്രദായം, വടക്കോട്ടൊരു സമ്പ്രദായം, തെക്കോട്ട് വേറൊരു സമ്പ്രദായം, തെക്കൊക്കെ തായമ്പേൻ്റെ ഉണ്ടോ ആവശ്യമില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു. ഒരു യോജിപ്പില്ലാത്തൊരു കാലഘട്ടമായിരുന്നു. ആ കാലങ്ങളിലാണ് കലാമണ്ഡലത്തിൽ ഈ തായമ്പക പഠനം അവിടെ ചെണ്ട പഠിക്കാൻ വന്ന വിദ്യാർത്ഥികളൊക്കെ എല്ലാവരും എന്നാൽ ആശാൻ്റെ ആണെന്ന് ചോദിച്ചാലോ ചിട്ടയുള്ള പഠനമാണ്. അപ്പോൾ ഒരു കൃത്യമായ ഒരു അടിത്തറ, കൃത്യമായ അവിടെ വരുന്ന കലാമണ്ഡലത്തിൽ വരുന്ന ഇതെല്ലാ വിദ്യാർത്ഥികൾക്കും അദ്ദേഹം ഒരു തിയറി ക്ലാസിന്റെ ഒരു പ്രാധാന്യം. അതെ, ശരിക്കും പറയുന്നത് ഒരു പുസ്തകം വേണ്ട. അത് പുസ്തകമായിട്ടില്ല എന്നേ ഉള്ളൂ. അത് അങ്ങനെ പഠിപ്പിച്ചു. ആ ഒരു പഠന രീതി കലാമണ്ഡലത്തിൽ പുറത്തേക്ക് ഇറങ്ങിയുള്ള ഇപ്പൊ കേരളത്തിൽ അച്ചുണ്ണിപ്രാശാനെ പോലുള്ള ആളുകൾക്ക് ഒരു തിയറി പുസ്തകം കൂടി ആയിരുന്നു തീർച്ചയായിട്ടും. അതെ. അപ്പോൾ അങ്ങോളം ഇങ്ങോളമുള്ള ആൾക്കാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അവര് മുഴുവൻ പഠിപ്പിക്കുമ്പോൾ ഏതാണ്ട് ഈ പാലക്കാട് സമ്പ്രദായവും മലമക്കാവ് സമ്പ്രദായവും ഒക്കെ മാറി എല്ലാ ദിക്കിലും ശരിക്കും ആദ്യമായ ഒരു അടിസ്ഥാന സമ്പ്രദായം അച്ചുണ്ണിപ്രാശാൻ്റെ ഇപ്പം ഇന്ന് കാണുന്ന സമ്പ്രദായം നെൽപാലത് അച്ചുണ്ണിപ്രാശാനാണ് അതിൻ്റെ അടിത്തറ പാകിക്കേണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്രേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു വ്യത്യാസം ഈ 2 സ്ഥാപനങ്ങളിലെയും പഠനത്തിൽ അത് മാത്രമല്ല. പിന്നെ ചൊല്ലിയാട്ടത്തിന് പോയാൽ ഇപ്പോൾ എനിക്കത്ര തരായിട്ടില്ല, എന്നാലും പറയും ചൊല്ലിയാട്ടത്തിന് പോയാൽ അന്ന് അവിടെ ചൊല്ലിയാട്ടത്തിന് ഉണ്ടായിരുന്ന കാര്യങ്ങൾ മുഴുവൻ എഴുതിയെടുക്കാൻ പറയും. അത് ശരി. ഒരു നോട്ടായിട്ട് തയ്യാറാക്കണം. ആവശ്യ ആൾക്കാർ കൂട്ടാക്കില്ല. എഴുതാൻ മടിയായിട്ട് എഴുതാൻ വലിയ ഉത്സാഹം അന്ന് ഉണ്ണീഷനായിരുന്നു.
ഉണ്ണീഷൻ ഇങ്ങനെ ഇത് പുസ്തകങ്ങൾ ദിവസേന വന്നാൽ എഴുതി ഉണ്ടാക്കുന്നുണ്ട്. അത് ശരി. അപ്പോൾ ഓരോ കളരിയിലും എല്ലാ കളരിയിലും ഓരോ കളരിയിലും എന്താണ് ആശാന്മാർ ചൊല്ലി ആടിക്കുകയെന്ന് അന്ന് തന്നെ ഉണ്ണീഷൻ അത് വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് രജിസ്റ്ററാക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നപ്പോൾ ഒരു കൊല്ലം ഒരിക്കലും ചൊല്ലിയേട്ടം കഴിഞ്ഞു വന്നാൽ അത് അപ്പോൾ എഴുതിയില്ലല്ലോ. എന്നാൽ പിന്നെ അതേ കഥ ഉണ്ടാകുമ്പോൾ ആദ്യം എഴുതി അല്ല അപ്പോൾ ആദ്യം എഴുതും. അപ്പം അങ്ങനെ സ്ഫുടം ചെയ്തെടുത്തിട്ട് ഒരു കഥകളി ചെണ്ടക്കാരന് വേണ്ട ആ എന്താ പറയുക വേഷത്തിന് കൂടാൻ വേണ്ടുള്ള ആ വിജ്ഞാനം മുഴുവൻ അയാൾ ശരിക്കും പറഞ്ഞാൽ സ്വയം ആർജിച്ചതാണെന്നാണ് പറയേണ്ടിയിരുന്നെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ഒരു എഴുത്ത് സമ്പ്രദായമൊക്കെ അതിനൊരു വലിയ സഹായം ഉണ്ടാവും. വലിയ സഹായമുണ്ട്. അതിനൊരു ചെറിയൊരു ഉദാഹരണം കൂടി വേണമെങ്കിൽ വെച്ചാൽ പറയേണ്ടത്, ഒരു പ്രാവശ്യം മറ്റേ പത്മാശാൻ്റെ കളരിയിൽ ചൊല്ലിയിടുക. അപ്പോൾ അന്ന് ഗോപാലകൃഷ്ണനൊക്കെയാണ് ചൊല്ലിയാടുന്നത്. ഗോപാലകൃഷ്ണൻ, മുരളി അങ്ങനെ തുടങ്ങിയുള്ള സൂപ്പർ സീനിയർമാരാണ് ചൊല്ലിയാടുന്നത്. അപ്പോൾ രാവണൻ്റെ വരവ് ചൊല്ലിയടിക്കുക. അതിലൊരു മുദ്ര, അടുത്ത മുദ്ര എന്താന്ന് ഇവർ കാണിച്ചില്ല, നിർത്തടാ എന്ന് പറഞ്ഞു. അടുത്ത മുദ്ര എന്താ? പിന്നെ എല്ലാവരുടെയും ശബ്ദമില്ല, ആർക്കും ഒന്നും പറയാൻ വയ്യ. അടുത്ത മുദ്ര എന്താ? ആശാനം കിട്ടി ചൂടായി ലഹളായി. നിങ്ങൾ പറഞ്ഞു ചോദിക്കുക അവനോട്, അവൻ്റെ ചെണ്ടയിൽ നിന്ന് പുറപ്പെടണോ അത്. ശരി. എന്നിട്ട് ഒരു ഗോപാലകൃഷ്ണനെ കൊണ്ട് ചോദിപ്പിച്ചു. അത് എനിക്കത് ഇപ്പോഴും ഇങ്ങനെ മനസ്സിലോർത്താൽ ഇങ്ങനെ ഇത് വരും. അത് ചോദിപ്പിച്ചു. അത് അങ്ങനെ ആ ഒരു ശ്രദ്ധ, അത്തരത്തിലുള്ള ഒരു ക്ലാസ് ശരിക്കും പറയുകയാണെങ്കിൽ കലാമണ്ഡലത്തിലുണ്ടായിരുന്നു. അതാ ശരിക്കും ആ ഒരു സ്ഥാപനത്തിന്റെ ഒരു മേന്മയും കൂടിയാണ് അല്ലേ? തീർച്ചയായിട്ടും. ആ ഒരു തിയറിയും പ്രാക്ടിക്കലും ഒരുമിച്ച് കൊണ്ടുപോകുന്നത്, അതിന്റെ ആ ഒരു തിയറി ഭാഗം മനസ്സിലാക്കിയാലെയാണ് അരങ്ങത്ത് അത് കുറച്ചും കൂടി നന്നായിട്ട് പ്രയോഗിക്കാൻ പറ്റും. അതിൻ്റെ പുറമെ ഈ കഥകളി ചെണ്ടക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ കഥകളും അതിൻ്റെ അർത്ഥങ്ങളും ബാക്കിയുള്ളവർക്ക് മനസ്സിലാവണല്ലോ. അപ്പോൾ ഇളയത് മാഷ ക്ലാസ്സും ഉണ്ടായിരുന്നു. എല്ലാം കൂടിയിട്ടുള്ള അതെ, അത് അങ്ങനെ ഒരു ഇതുണ്ട്. ഇവിടെ അത്തരത്തിലുള്ളൊരു ക്ലാസ്സുകളോ അല്ലെങ്കിൽ തിയറി ക്ലാസ്സുകളോ ബാക്കിയുള്ള യാതൊരു വേറെ യാതൊന്നുമില്ല. അങ്ങനെ ആ കഥകളിയുടെ ആ ഒരു ചെണ്ടയുടെ ആ ഒരു 3 കൊല്ലത്തെ അഭ്യാസം ഏതാണ്ട് പറയാം. അതെ, അതോടുകൂടി അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. അതെ. അപ്പോൾ പിന്നെ കോട്ടയ്ക്ക് സെറ്റിൻ്റെ കളിക്ക് പോവാൻ നമുക്ക് പറ്റില്ല. അങ്ങനൊരു തകരാറുണ്ട്. അതിന് നമ്മളെ കൊണ്ടുപോവില്ല. അതിന് കൃഷ്ണകുട്ടേശാനും കുട്ടമാരാശാനും വയ്യാണ്ടേ. അപ്പം എന്നാൽ തിരുമേനി പോരുമെന്ന് കൃഷ്ണകുട്ടേശൻ പറഞ്ഞു. ഉണ്ണീഷനുണ്ടല്ലോ. അപ്പം എന്നാൽ സഹായത്തിന് എന്തെങ്കിലും അതുപോലെ പുറത്ത് നമുക്ക്. അപ്പോഴേക്കും ഹെഡ് ഓഫീസിൽ നിന്ന് ഓർഡറായി അത് കണ്ടാകും. ചുരുക്കം പരിചയത്തിന് സാധ്യതയില്ല. അവിടുന്ന് അങ്ങനെ ഇറങ്ങിയിട്ട് പിന്നെ നേരെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പിന്നെ എന്താ വേണ്ടെന്ന് ഒരു ഗതിയില്ല. അപ്പോഴാണ് തായമ്പക മേളം ഇങ്ങനെ അപ്പം ഹരിദാസനായിട്ട് പരിചയമുണ്ട്. ഹരിദാസൻ്റെ പരിപാടികൾക്ക് പോകാൻ തുടങ്ങി. ഹരിദാസൻ, അത് മഞ്ചേരി ഹരിദാസൻ, ശുഗപുരം രാധാകൃഷ്ണൻ, അങ്ങനെ തുടങ്ങിയുള്ള അവരൊക്കെ കൂട്ടായ്മയിൽ അവരുടെ പരിപാടികൾക്കൊക്കെ പോകാനും മേളം തായമ്പയും മേളമൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ആ 3ാമത്തെ കൊല്ലം അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഓങ്ങല്ലൂർ വെച്ച് ഗണപതിയങ്കാവിൽ വെച്ചിട്ട് ഒരു അവിടെ പേരാങ്ങല്ലൂർ തായമ്പാട്ടാണ്. ആ തായമ്പയ്ക്ക് എന്നെ ക്ഷണിക്കുക. അവർ കുടുംബമായിട്ട് ബന്ധമുള്ളതാണ്. അവിടെ തായമ്പയ്ക്ക് പോയി. തായമ്പയ്ക്ക് പോയപ്പോൾ അന്ന് അവിടെ പഞ്ചവാദ്യം വേണം നിശ്ചയിച്ചിട്ടുണ്ടാവും. അത് ഞാനതൊന്നും അറിയില്ല. അപ്പം അന്ന് 5 തിമലയുള്ള പഞ്ചവാദ്യം അത്രയേ ഉള്ളൂ. അപ്പോൾ എടപ്പാള് സേതു എന്ന് പറഞ്ഞ ഒരു അദ്ദേഹത്തിനോടാണ് ഇത് ഏൽപ്പിച്ചിട്ടുണ്ടാവുന്നത്. അപ്പോൾ അദ്ദേഹത്തിനൊക്കെ ഒന്നും കൂടി മേലെയുള്ള ഒരു മന്ത്രക്കാരനും വേണം, ബാക്കിയുള്ള 5 തിമലയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വേണം എന്ന് പറഞ്ഞിട്ടാണ് ഏൽപ്പിച്ചത്. അതിന് കുറച്ച് കാശ് അഡ്വാൻസും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നപ്പോൾ അന്ന് എന്തോ വിഷു 2-ാം തീയതി സംഭവം തിരക്കൊണ്ടോ എന്തോ അതിലേതോ ഇടയ്ക്കോ അല്ല കൊമ്പോ എന്തോ വന്നില്ല. അപ്പോൾ ഇയാൾ പറഞ്ഞു ഞങ്ങളൊക്കെ വന്നില്ലേ, ഞങ്ങളെ കൊണ്ട് കൊട്ടിക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് വേണ്ട, പഞ്ചവാദ്യമായിട്ട് കൊട്ടിയാൽ മതി, അല്ലെങ്കിൽ വേണ്ട. ചുരുക്കം അത് തർക്കമായി, നാട്ടുകാരൊക്കെ പാടെ കൂടി തർക്കമായി, കശവിശാനായി. അപ്പോൾ ഇയാൾ പറഞ്ഞു അയാൾക്ക് അവിടെ നിന്ന് പോകണം. അപ്പോൾ അയാൾ പറഞ്ഞു അത് നിങ്ങൾ അടുത്ത കൊല്ലം ഇവിടെ ഒരു വാദ്യക്കാരും കൊട്ടാൻ വരില്ല, അത് മനസ്സിലെത്തിയിട്ട് ഇപ്പോൾ ഉള്ളതുകൊണ്ട് കൊട്ടിയിട്ട് എങ്ങനെയാ വെച്ചാൽ കാര്യങ്ങൾ കഴിക്കാൻ അടുത്ത കൊല്ലം ഒരാളും വരില്ല. ഇത് കേട്ടും കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ എടുത്ത വഴിക്ക് പറഞ്ഞു അടുത്ത കൊല്ലം നിങ്ങൾ വന്നില്ല ചോദിച്ചാൽ ഇവിടെ നമ്പൂരാർ കൂട്ടും. വെറുതെ ഒരു ബഹുമാക്കിന് പറഞ്ഞതാ. അപ്പോൾ ഈ പരിപാടി കഴിഞ്ഞപ്പോൾ അതിൻ്റെ മുകളിൽ കയറി പിടിച്ചു.
അത് കയറി പിടിച്ചിട്ട് അങ്ങനെ നമ്പൂരൊരു 5-8-10 നമ്പൂരാരൊക്കെ കൂടി എന്നാൽ നമുക്ക് എന്നാൽ അങ്ങനെയല്ല, എന്നാൽ പഞ്ചവാദ്യം പഠിക്കാൻ തീരുമാനിച്ചു ഒരു 7 തിമലയും ഒരു 3 മദ്ദളമായിട്ട് അവിടെ ക്ലാസ് തുടങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ പുതുക്കോട് രാമകൃഷ്ണമാരാർ, ഈ കുട്ടനല്ലൂർ രാജന്മാരാരുടെ അച്ഛൻ, അദ്ദേഹത്തിനെ കൊണ്ടുവന്നു. മദ്ദളത്തിന് ഞാനാണ് കപ്പളിങ്ങാട് വാസിയവൻ, അത് കരാമത്തുള്ള പരിചയമാണ്, അയാളെ കൊണ്ടുവന്നു. അങ്ങനെ അവിടെ ക്ലാസ് ആരംഭിച്ചു. അല്ല, ഞാൻ തീമല. അപ്പോൾ ഈ കോട്ടച്ചിലത്തെ ഈ ആശാൻ്റെ കുട്ടന്മാരാശാൻ്റെ ഇത് നിർത്തിയിട്ടില്ല. ആശാനയുടെ ഇടയ്ക്ക് ഞാൻ അവിടെ പോവാ, ഒരു പ്രൈവറ്റ് ട്യൂഷൻ ഒരു ബന്ധം നിർത്തിയിട്ടില്ല ആശാൻ്റെ അടുത്തേക്ക് മാത്രമേ. അപ്പോൾ ആശാനും പറഞ്ഞു തീമല പഠിച്ചോളൂ, ഒരു കുഴപ്പമില്ല, സുഖമായിട്ട്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ്. അങ്ങനെ ഈ മറ്റേ പഞ്ചവാദ്യം കഴിഞ്ഞിട്ട് അരങ്ങേറ്റവും ഓങ്ങല്ലൂർ ഗണപതിയങ്കാവ് തന്നെ അതിൻ്റെ അരങ്ങേറ്റവും കഴിഞ്ഞു. അപ്പോൾ പിന്നെ പഞ്ചവാദ്യങ്ങൾക്ക് അത്യാവശ്യം പരിപാടികൾ കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഇവരെ ട്രൂപ്പ് മതിയായി. ഇപ്പം ചുരുക്കം ഞാൻ അതിൻ്റെ ഒരു ട്രൂപ്പ് ലീഡറായി മാറുകയുണ്ടായത് സത്യത്തിൽ അതിൽ വെച്ചിട്ട്. കാരണം കുറച്ച് ചെണ്ടയൊക്കെ പഠിച്ചുള്ള ആളാണല്ലോ അതുകൊണ്ട് അങ്ങനെ ട്രൂപ്പ് അതിൻ്റെ അഭ്യാസം അവിടുന്ന് ഇങ്ങോട്ട് നോക്കിയാൽ ഇപ്പോൾ ചെണ്ടയാണല്ലോ ഇപ്പോൾ ഈ 3 കൊല്ലം പഠിച്ചതൊക്കെ, കഥകളി ചെണ്ടയാണല്ലോ പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് തിമലയിലേക്ക് ഇങ്ങോട്ട് മാറിയപ്പോൾ അത് ഗുണം ചെയ്യാണോ ഉണ്ടായത് അതോ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണോ ചെയ്തത്? തിമല കൊട്ടണം ചോദിച്ചാൽ പണ്ടത്തെ ആൾക്കാർ മുഴുവൻ ചെണ്ട കൊട്ട് പഠിച്ചുള്ള ആൾക്കാരെ തിമലക്കാരുള്ളൂ. അത് ഗുണമായി എന്നാണ് ഞാൻ എൻ്റെ പക്ഷം. അതെ, കൊട്ടിൻ്റെ ഒരു ഇതും പിന്നെ അതിനെ പറ്റിയിട്ടുള്ള ഒരു അറിവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ചെണ്ട സഹായിച്ചിട്ടുണ്ട്. കലാമണ്ഡലത്തിലെ പഠനവും കഥകളി കൊട്ടിൻ്റെ പഠനമൊക്കെ അതിനെ സഹായിച്ചു. സാധകത്തിലും ബാക്കിയുള്ള കാര്യത്തിൽ പ്രയോഗത്തിലൊക്കെ ഒന്നിങ്ങനെയുള്ള ഒരു വ്യത്യാസം ഒന്നിനൊന്ന് എതിരാണ്. അതാണ് ഞാൻ ചോദിച്ചത്. അത് എത്ര ബുദ്ധിമുട്ടൊന്നും അങ്ങനെയൊന്നും തിമല സ്ഥിരമായിട്ട് കൈകാര്യം ചെയ്താൽ ചെണ്ട കൊട്ടാൻ പറ്റാണ്ട്. അതിപ്പോൾ ഞാൻ അനുഭവിക്കുന്നുണ്ട്. മോഹിച്ചത് ചെണ്ടയാണ്, പഠിച്ചത് ചെണ്ടയാണ്, എത്തിപ്പെട്ടത് തിമലയിലേക്ക് ആയിപ്പോയി. അങ്ങനെയാണ് ഇപ്പോഴും മോഹം, ചെണ്ടയ്ക്കും മോഹമില്ലായില്ല കേട്ടോ. പക്ഷേ ഇപ്പോൾ കൂട്ടിയാൽ പറ്റാത്തൊരവസ്ഥയിലേക്ക്. അപ്പൊ അന്ന് ഈ 7 തിമല ഒക്കെ ആയിട്ടുള്ള അത് അന്നത്തെ തിമല പ്രമാണിയായിരുന്നു. അതിലത്തെ അരങ്ങേറ്റത്തിന്റെ തന്നെ പ്രമാണിയായിട്ടാണ്. അതൊരു വലിയൊരു അനുഭവം അല്ലേ? ഒരു തിമല പുതിയ ഒരു അരങ്ങേറ്റക്കാരനെ സംബന്ധിച്ചിടത്തോളം പ്രമാണിയായിട്ടാണ് അരങ്ങേറി അറിയുമ്പോൾ ഒരു പഞ്ചവാദ്യം നിയന്ത്രിച്ചു കൊണ്ടുകൂടി വേണം. അപ്പൊ അതിന് ഈ 2-3 കൊല്ലത്തെ ചെണ്ട പഠനം കുറച്ച് സഹായിച്ചിട്ടുണ്ട് അല്ലെ? ആ ഒരു കാലപ്രമാണവും ആ ഒരു സമയം എങ്ങനെ കൊണ്ടുപോകണം എന്നൊക്കെയുള്ളതിനെ പറ്റിയുള്ള ധാരണ ഉണ്ടാവാൻ അത് വല്ലാതെ സഹായിച്ചിട്ടുണ്ടാവും. തീർച്ചയായിട്ടും. അങ്ങനെ അവിടുന്ന് ഈ അരങ്ങേറ്റവും അവിടുത്തതും കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ ഉപരിപഠനം പിന്നെ എങ്ങടാ പോയത്? അടുത്ത കൊല്ലം കുറച്ചും കൂടിയൊക്കെ ഒന്നൊരു വൃത്തിയായിട്ട് സാധനങ്ങളൊക്കെ കൊണ്ടുകൊടുക്കണം എന്ന് തീരുമാനിച്ച് കോങ്ങാട് വിജയനായിട്ട് ബന്ധപ്പെട്ട് ഈ പരിപാടികൾ ധാരാളം അത്യാവശ്യം കിട്ടാൻ തുടങ്ങി. അപ്പം അങ്ങനെ കോങ്ങാട് വിജയനായിട്ട് കാണാനിടയാവും. അത് വിജയേട്ടനായിട്ട് ബന്ധപ്പെടലും. അപ്പോൾ വിജയേട്ടനെ ക്ഷണിച്ചിട്ട് കോങ്ങാട് വിജയേട്ടൻ അവിടെ വന്നിട്ട് കുറച്ച് ഓങ്ങല്ലൂർ വന്നിട്ട് ക്ലാസ് എടുക്കാൻ ആരംഭിച്ചു. അത് ആദ്യത്തെ ക്ലാസ് കുറേ മുന്നോട്ടൊക്കെ അങ്ങനെ ക്ലാസ്സുകളൊക്കെ പോയിട്ട് അത് കഴിഞ്ഞിട്ട് ആ കൊല്ലം കഴിഞ്ഞിട്ടാണെന്നാണ് തോന്നണം. അതോ അതെ, ആ കൊല്ലം കഴിഞ്ഞിട്ടാണ് തോന്നണം. മൂപ്പര് അദ്ദേഹം പറഞ്ഞു ഞാൻ പല്ലാവൂർ അഭ്യാസത്തിന് പോവുകയാണ്, തിരുമേനി അങ്ങോട്ട് പോരും. അപ്പോഴേക്കും ഇവിടെ എന്ത് സംഭവിച്ചെന്ന് തിരിച്ചാൽ ഓരോരുത്തരായിട്ട് കൊഴിഞ്ഞു പോകാനും തുടങ്ങി. ശരി, നാമമാത്രമായിട്ട് ഇപ്പോൾ ഗണപതി അല്ലെങ്കിൽ 1-2-3-4 ആൾക്കാർ മാത്രമായിട്ട് ബാക്കിയായി. ആ സമയത്താണ് എന്നാൽ ഇവിടെ ക്ലാസ്സുകൾ നടക്കാത്തൊരവസ്ഥ വന്നപ്പോൾ എന്നാൽ അങ്ങനെ വിജയേട്ടൻ്റെ കൂടെ പല്ലാവൂർക്ക് പോകാണ്ട് അതിൻ്റെ മുമ്പ് ഒരു പരിപാടിക്ക് കാണുകയും ഒക്കെ ചെയ്തിട്ട് അതെ കുഞ്ഞുട്ടേട്ടന് വരുവാ ക്ഷണിക്കുണ്ടായി. ആ ഒരു ബലത്തിൽ തന്നെയാണ് പോണത്. മറ്റേ മൂപ്പരാണ് എന്നെ കൊണ്ടുപോയത്. അതൊന്ന് പരിചയപ്പെടുത്താൻ ചെപ്പളശ്ശേരി ശിവേട്ടനും അതെ ശിവേട്ടനൊക്കെ ആയിട്ടൊക്കെ ഒന്നൊരു പരിചയപ്പെടുത്തൽ ഇയാളെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് അവരൊക്കെ മുഖാന്തരാണ് അങ്ങനെ വിജയന്റെ കൂടെ അങ്ങനെ പല്ലാവൂർ എത്തിപ്പെടുന്നത്. വർഷകാലത്ത് ഒരു സാധകം എന്നുള്ള നിലയ്ക്കാണോ അവിടെ? അതെ, വർഷകാലത്ത് സാധകം ചെയ്യൽ മാത്രമേ ഉള്ളൂ അവിടെ, വേറെ യാതൊന്നുമില്ല. എങ്ങനെയാണ് കൃത്യമായി കൊട്ടിക്കേണ്ടത്, തിമല കൊട്ടേണ്ടത് എങ്ങനെയാണെന്നുള്ള കൃത്യമായിട്ട് കൊട്ടിക്കേണ്ടത് എന്നുള്ള ആ ഒരു പഠനം മാത്രമേ ഉള്ളൂ അവിടെ. സാധകം ചെയ്യൽ മാത്രമേ ഉള്ളൂ. വേറെ ഒരു തിയറിക്കലോ പ്രാക്ടിക്കൽ ക്ലാസ്സുകളോ വേറോ യാതൊരു ക്ലാസ്സുകളൊന്നുമില്ല. ഈ പഞ്ചവാദ്യം തിമല സാധകം മാത്രം അത്രേ ഉള്ളൂ. എണ്ണം കൊട്ടിക്കലും അതിലുള്ള എണ്ണങ്ങൾ അദ്ദേഹം ചിട്ടപ്പെടുത്തിയുള്ള ചില എണ്ണങ്ങളുണ്ട്. അത് അദ്ദേഹം ഒപ്പം ഉണ്ടാവും ചെയ്യും. കുഞ്ഞുട്ടേട്ടൻ ഒരു എന്താ പറയുക മറക്കാൻ പറ്റാത്തൊരു കളരി അനുഭവമാണ് പല്ലാവൂർ കളരി അനുഭവം. അത് ശരി, അത് പറയാതിരിക്കാൻ ഒരു പ്രത്യേകത എന്താ അതങ്ങനെ പറയാൻ? അത്ര ഗൗരവമാണ്. അന്ന് ഞാൻ അവിടെ പല്ലാവൂർ എത്തിപ്പെടുമ്പോൾ പിന്നെ കുനിശ്ശേരി അനിയന്മാരാറ്
കോങ്ങാട് വിജയേട്ടൻ, മധു, ഞാൻ, പിന്നെ മട്ടന്നൂരിൽ നിന്ന് ശിവരാമനും മരിച്ചൊരു ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു, അദ്ദേഹവും പിന്നെ കുഞ്ഞുട്ടേട്ടനും, അങ്ങനെ 7 ആളാണ് കൊട്ടാനുണ്ടാവും വെളിച്ചമ്പ. അത് പിന്നെ അമ്പലത്തിൽ 4 മണിക്ക് മണിയടിക്കും, ശംഖ് വിളിക്കും. ആ മണിയടിച്ച് കഴിഞ്ഞിട്ട് പിന്നെയാണ് ശംഖ് വിളിക്കുക. ആ ശംഖ് വിളിച്ച് കഴിയുമ്പോഴേക്കും ഇവിടെ തുടങ്ങിക്കോളും. അത് തൊട്ട് അമാതായി അവിടെ എന്താ ഉണ്ടാവുക പിന്നെ നിശ്ചയില്ല. ശരി, അവർ 3:30 മണിക്കൊക്കെ എണീച്ച് റെഡിയാവും. ഓ, ചിറ്റക്കെട്ട് മരണമണി മുടങ്ങിയെന്നാ പറയാം. ഞങ്ങൾ ചിറ്റക്കെട്ട് റെഡിയാവണം. ചിറ്റൊക്കെ റെഡിയായിട്ട് ഞങ്ങളിവിടെ വന്ന് തീമിലേക്ക് വലിച്ച് റെഡിയാക്കി, ആശ കുഞ്ഞുട്ടേട്ടനുള്ള തീമിലേക്ക് വലിച്ച് റെഡിയാക്കി ഒക്കെ അവിടെ വെച്ച്. കുഞ്ഞുട്ടേട്ടൻ്റെ വീട്ടിൽ വെച്ചിട്ടാണോ അതോ? അതെ, കുഞ്ഞുട്ടേട്ടൻ്റെ വീട്ടിൽ തൊട്ട് മുമ്പിൽ ഒരു ചെറിയൊരു ഷെഡ് മാതിരി ഒരു ഉണ്ടാക്കി. ഭക്ഷണം ഞങ്ങൾക്ക് കുഞ്ഞുട്ടേട്ടൻ്റെ അടുത്ത് തന്നെയാണ്. ശരി. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ, കുഞ്ഞുട്ടേട്ടൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എത്രത്തോളം കൊട്ടാൻ വയ്ക്കും നിങ്ങളല്ല നിശ്ചയിക്കാൻ, ഞാനാ നിശ്ചയിക്കാൻ. അങ്ങനെ കുറേ നിബന്ധനകളുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഇവിടുന്ന് ചാടി പോകാമെന്ന് വിചാരിക്കേണ്ട, എവിടെ പോയാലും ചാടി പോയാൽ പിടിച്ചോണ്ടിരിക്കും. അതുകൊണ്ട് ആ ജാതി പരിപാടിക്കൊന്നും നിൽക്കണ്ട. പിന്നെ നിങ്ങൾക്ക് കൊട്ടുക വേറെ യാതൊരു ക്രിയയില്ല. കൊട്ടിയിട്ട് ആരും ഇന്നേ വരെ മരിച്ചിട്ടില്ല. ഒരു പ്രത്യേക പഠന രീതിയാണ്. അപ്പോൾ കുഞ്ഞുട്ടേൻ്റെ അവിടെ തന്നെയായിരുന്നു ഭക്ഷണമൊക്കെ. ഭക്ഷണം അങ്ങനെ തന്നെയാണ്. എന്നെ ഒരു പ്രത്യേകം നോക്കിയിട്ടുണ്ടായിരുന്ന മാതിരി എനിക്ക് തോന്നുക. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഊണ് കഴിഞ്ഞേ അദ്ദേഹം കഴിക്കുള്ളൂ. എനിക്ക് വിളമ്പി തന്നിട്ടേ കഴിക്കുള്ളൂ. അദ്ദേഹം എനിക്കിഷ്ടമുള്ളതല്ല അദ്ദേഹം വിളമ്പുക, അദ്ദേഹത്തിന് കയ്യിൽ വരുന്നത്ര വിളമ്പുക. അത് മുഴുവൻ കഴിച്ചോളാം. കയപ്പയ്ക്കപ്പേര് തീരൊട്ടത്തില്ലാത്ത ഒരാളാണ് ഞാൻ. നല്ലോണം ഉളമ്പും. അപ്പോൾ പിന്നെ ഞാനത് ആ ചോറിൻ്റെ കൂടെ കൂട്ടി അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ടൊക്കെയാണ് മുഴുങ്ങിയാണ് കഴിക്കും. അങ്ങനെയൊക്കെ അത്തരത്തിൽ സ്നേഹം കൊണ്ടുള്ളതാണ്. അതേമാതിരി തന്നെയാണ് കൊട്ടിക്കല്. കയ്യിൻ്റെ ശബ്ദം കൃത്യമായിട്ട് കേൾക്കാൻ നോക്കണം. കൊട്ടിയില്ലേ തിരിച്ചാൽ എന്താ അവിടെ ഉണ്ടാവുക ചോദിച്ചാൽ നിശ്ചയില്ല. 4 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ എത്ര സമയം വരെ? 6:30 വരെ നിർത്തും. അത് കഴിഞ്ഞാൽ പിന്നെ 10 മണിക്ക് മുതൽക്കൊരു ഇല്ല, പിന്നെ പകൽ ക്ലാസ്സില്ല. ഉച്ച തിരിഞ്ഞിട്ടാണ് ഇരുകട സാധകം ചെയ്യും. അതിന് ചിലപ്പോൾ മണിയേട്ടം വരും. ശരി. മണിയേട്ടം വന്നാൽ സുഖമാണ്. മണിയേട്ടം വന്നാൽ ഈ ഗൗരവമൊക്കെയാണ് പോയി, സർവ്വ ഗൗരവം പോയി. പിന്നെ അദ്ദേഹം കുഞ്ഞുട്ടേട്ടനോട് ചോദിച്ചാൽ കാലം പതിഞ്ഞ കാലത്തിൽ അടിച്ചമർത്തിക്കൊണ്ടൊരു സമ്പ്രദായം. നേരെ മറിച്ച് മണിയേട്ടൻ അങ്ങനെയല്ല. മണിയേട്ടൻ വന്നാൽ കാലൊക്കെ തല്ലി കെട്ടും. പിന്നെ കയ്യുമ്പിൽ മനോഹരമായിട്ട് പല സാധനങ്ങളും കൊട്ടിത്തരും. അപ്പൊ അതൊക്കെ കൊട്ടാലോ, ഒരു ഉത്സാഹിപ്പിച്ചുകൊണ്ടാണ്. മറ്റത് അങ്ങനെയല്ല, ഗൗരവമാണ്. ഒരു 1.5 മാസം 2 പക്കം ഉണ്ടോ? അതെ, 2 പക്കം 3 പക്കം അത്രേ ശരിക്കും പറയാച്ചുണ്ടായി. അപ്പോഴേക്കും ഓണക്കാലായി. പിന്നെ പരിപാടി തുടങ്ങലും അല്ല, ഓണക്കാലായപ്പോൾ പിന്നെ സാധകം നിർത്തി. പിന്നെ ഓണം കഴിഞ്ഞിട്ട് ആദ്യം ചെല്ലാനൊക്കെ പറഞ്ഞു. ചെല്ലാൻ പറഞ്ഞപ്പോൾ വിജയേട്ടനോട് ചോദിച്ചു പറഞ്ഞു, ഞാനില്ല, മധുവില്ല. അപ്പം ഞാൻ പറഞ്ഞു, അവരാരും ഇല്ലാണ്ട് ഞാൻ അവിടെ ചെന്നാൽ എന്നെ തച്ചു വന്നു, ഞാനില്ല. ചുരുക്കം എങ്ങനെയായാലും പിന്നെ പലരോട് കാല് കുത്തിയിട്ടില്ല. ശരിക്കും ഈ 2 തരത്തിലുള്ള അഭ്യാസവും നല്ല രീതിയിൽ ഗുണം ചെയ്തു. രാവിലെയുള്ള ഈ ഗൗരവപരമായിട്ടുള്ളത് നല്ല അടിസ്ഥാനം ഇട്ടു. വൈകുന്നേരമുള്ളത് ഈ മനോധർമ്മത്തിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും അതിനൊരു വളം നൽകുകയും ചെയ്തു അല്ലേ? അതെ. പിന്നെ അവരുടെ കൂടെ പഞ്ചവാദ്യത്തിന് പോവുക. അപ്പോൾ അവരുടെ കൊട്ട് ശൈലി നമ്മൾ മനസ്സിലാക്കി എടുക്കുക. അങ്ങനെയാണ്. അതാണ് പല്ലാവൂർ കളരിയുടെ പ്രത്യേകത, അഭ്യാസം. അതാണ് അതിൻ്റെ പ്രത്യേകത. അങ്ങനെയാണ്. പിന്നെ അവരുടെ ഇതിലാണോ, സംഘത്തിലാണോ പിന്നെ കൂടുതൽ? മിക്കവാറും അവരുടെ സംഘത്തിലാണ്. അതിലാണ് ഉണ്ടായിരുന്നത്. അതെ. അന്ന് മാക്സിമം 9 തിമില.